Okay. So ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ തേർഡ് മോഡ്യൂൾ ആണ്. തേർഡ് മോഡ്യൂളിൽ നമുക്ക് രണ്ട് ചാപ്റ്റേഴ്സേ ഉള്ളൂ. ഒന്ന് ഓർഗാനിക് കെമിസ്ട്രിയുടെ ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ്. അതിൽ പ്രധാനമായിട്ടും ഉള്ളത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് നോമൻക്ലേച്ചർ, അതായത് പേര് കൊടുക്കുന്ന രീതി. മറ്റൊന്ന് കുറച്ച് പ്യൂരിഫിക്കേഷൻ ടെക്നിക്സ് ലൈക്ക് സബ്ലിമേഷൻ, ക്രിസ്റ്റലൈസേഷൻ ആൻഡ് ഡിസ്റ്റിലേഷൻ. ഇങ്ങനെ പ്യൂരിഫിക്കേഷൻ ടെക്നിക്സ് ഇത്രയാണ് ആ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അതിനുശേഷം ഹൈഡ്രോ കാർബൺസിലോട്ട് വരികയാണെങ്കിൽ ഹൈഡ്രോ കാർബൺസിലാണ് നമുക്ക് കുറച്ചെങ്കിലും കണ്ടന്റ് ഉള്ളതും. ഈ മോഡ്യൂളിൽ പ്രധാനപ്പെട്ട ചാപ്റ്റർ എന്ന് പറയുന്നത് ഹൈഡ്രോ കാർബൺസ് ആണ്. കാരണം കൂടുതലും ടെസ്റ്റുകൾ, ക്വാളിറ്റേറ്റീവ് ടെസ്റ്റുകൾ വരുന്നത് ഹൈഡ്രോ കാർബൺസിലാണ്. അപ്പോൾ ടെസ്റ്റുകളെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം അപ്പൊ ജസ്റ്റ് ആ ഒരു ചാപ്റ്ററിന്റെ ഓവർവ്യൂ ജസ്റ്റ് എന്ന് പറഞ്ഞതിന് ശേഷം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ IUPAC നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. അപ്പോൾ IUPAC എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. അപ്പൊ ഈ ഒരു ഓർഗനൈസേഷൻ ആണ് ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ നോമൻക്ലേച്ചർ, അതിന്റെ റൂൾസ് കാര്യങ്ങളും എല്ലാം പ്രൊപ്പോസ് ചെയ്യുന്നത് IUPAC ആണ്. അതുകൊണ്ട് IUPACക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. IUPACയുടെ ഫുൾ ഫോം പറഞ്ഞിരിക്കുക ഇന്റർനാഷണൽ യൂണിയൻ ഫോർ പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. അതാണ് IUPACയുടെ ഫുൾ ഫോം. ഓക്കെ, ഇനി നമുക്ക് നോമൻക്ലേച്ചറിന്റെ ഒരുപാട് റൂൾസ് ഉണ്ട്. അതിലെ കുറച്ച് ബേസിക് റൂൾസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ജസ്റ്റ് എല്ലാത്തിന്റെയും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ഗ്രൂപ്പ്സ് മാത്രമേ ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൂ. എല്ലാത്തിന്റെയും കൂടെ ജസ്റ്റ് ഒന്ന് സമ്മറി പോലെ നമുക്കൊന്ന് എങ്ങനെയാണ് ആ ഒരു നോമൻക്ലേച്ചറിന്റെ ബേസിക് റൂൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത് പറയുന്നത് ഐഡന്റിഫൈ ദ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ. ഏതൊരു കോമ്പൗണ്ട് നമുക്ക് തന്നിരുന്നാലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ലോങ്സ്റ്റ് ആയിട്ടുള്ള ഏറ്റവും നീളം കൂടിയ കാർബൺ ചെയിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോസസ്. ഓക്കെ, ഫൈൻഡ് ദ ലാർജസ്റ്റ് കണ്ടിന്യൂസ് ചെയിൻ ഓഫ് കാർബൺ ആറ്റം ഇൻ ദിസ് ചെയിൻ ഡിറ്റർമൈൻ ദ ബേസ് നെയിം ഓഫ് ദ കോമ്പൗണ്ട്. അപ്പോ ഇങ്ങനെ ലാർജസ്റ്റ് കാർബൺ ആറ്റം ഉള്ള ആ ഒരു ചെയിൻ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ആലിഫാറ്റിക് കോമ്പൗണ്ട്സിൽ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ ഒരു ചെയിനായിരിക്കും ആ ഒരു ബേസ് നെയിം കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആ കോമ്പൗണ്ടിന്റെ ബേസ് നെയിം എന്ന് പറയുന്നത് ആ ചെയിനിലുള്ള നമ്പർ ഓഫ് കാർബൺ ആറ്റംസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ഇതൊന്നും കൂടെ റിവൈസ് ചെയ്യാം. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഓപ്റ്റ്, നോൺ, ഡക്ക്. 10 വരെ, പ്രധാനമായിട്ട് 10 വരെ നമ്മൾ പഠിച്ചാൽ മതി. അപ്പോൾ ഇത്രയുമാണ് ആ ഒരു റൂട്ട് വേർഡ്സ് എന്ന് പറയുന്നത്. ഒന്നാണെങ്കിൽ മെത്ത്, രണ്ടാണെങ്കിൽ എത്ത്, അങ്ങനെ 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 ഡെക്ക് വരെ. ഓക്കെ, 2 നമ്പർ ദ കാർബൺ ആറ്റം. ഇനി നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ ലാർജസ്റ്റ് കാർബൺ ചെയിൻ ആണ്. അത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്പർ ദ കാർബൺ ആറ്റം. ആ കാർബൺ ആറ്റത്തിനെ നമ്പർ ചെയ്യുക എന്നുള്ളതാണ്. നമ്പർ ചെയ്യുമ്പോൾ നമ്മൾ ലോവസ്റ്റ് സം റൂൾ ഉപയോഗിക്കുക. അതായത് രണ്ട് വശത്തേക്ക് നമ്മൾ നമ്പർ ചെയ്യുക. എന്നിട്ട് അതിൽ ഏതെങ്കിലും ഫങ്ഷണൽ ഗ്രൂപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡെറിവേറ്റീവ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയിൻസോ കാര്യങ്ങളോ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള നമ്പർ കിട്ടുന്ന രീതിക്ക് വേണം നമ്മൾ നമ്പർ ചെയ്യാനായിട്ട്. അതാണ് ലോവസ്റ്റ് സം റൂൾ. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ അതാണ് രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഐഡന്റിഫൈ ആൻഡ് നെയിം ദ സബ്സ്റ്റിറ്റ്യൂവന്റ്. അതിനുശേഷം നമ്മൾ സബ്സ്റ്റിറ്റ്യൂവൻസിനെ ഐഡന്റിഫൈ ചെയ്ത് അതിനെ നെയിം ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, അതിൽ ആൽക്കൈൽ ഗ്രൂപ്പ്സ് സബ്സ്റ്റിറ്റ്യൂവൻസ് ആയിട്ട് വരാം. അപ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പ്സ് അങ്ങനെ റാഡിക്കൽസ് ആയിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് അതിനെ മീറ്റൈൽ, ഈറ്റൈൽ, പ്രൊപ്പൈൽ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് റാഡിക്കൽസ് ആയിട്ട് അതിനെ നെയിം ചെയ്യാം. അതുപോലെ ഹാലോജൻസ് വരാം, ഫങ്ഷണൽ ഗ്രൂപ്പ്സ് വരാം. ഇത്തരത്തിൽ ധാരാളം സബ്സ്റ്റിറ്റ്യൂവൻസ് ആ ഒരു മെയിൻ കാർബൺ ചെയിനിൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മുടെ അടുത്ത ജോലി എന്ന് പറയുന്നത് ഈ സബ്സ്റ്റിറ്റ്യൂവൻസിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ നെയിം ചെയ്യുക എന്നുള്ളതാണ്. ശേഷം അസൈൻ ദ നമ്പർ ടു ദ സബ്സ്റ്റിറ്റ്യൂവന്റ്. അത് കഴിഞ്ഞിട്ട് ഈ സബ്സ്റ്റിറ്റ്യൂവൻസിന് നമ്പർ അസൈൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂവൻസിന്റെ പൊസിഷൻ കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം കാർബൺ ആറ്റത്തിന് നമ്പർ ചെയ്യാൻ. എന്നാലും നമുക്ക് ലോവസ്റ്റ് സം റൂൾ കിട്ടത്തുള്ളൂ. ആ ലോവസ്റ്റ് സം റൂളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ അസൈൻ ചെയ്യേണ്ടത്. അതിനുശേഷം കമ്പൈൻ ദ നെയിംസ്. അതിനുശേഷം അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂവൻസിന്റെ നെയിം കണ്ടുപിടിച്ച് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ആ ബേസ് കോമ്പൗണ്ടിന്റെ ഏറ്റവും കൂടുതൽ ലെങ്ത് ഉള്ള കാർബൺ ചെയിൻ, ആ ഒരു ബേസ് കോമ്പൗണ്ടിന്റെ പേരും നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിനെ ജസ്റ്റ് ഒന്ന് കമ്പൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആ പേരുകൾ കമ്പൈൻ ചെയ്യുമ്പോൾ ഓർഗാനിക് നെയിമിങ്ങിൽ വലിയൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണത്. ഇങ്ങനെ നെയിം കമ്പൈൻ ചെയ്യുമ്പോൾ അവിടെ നമ്പേഴ്സും വരാം, അതുപോലെ നെയിംസും വരാം. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ നമ്പേഴ്സും നെയിംസും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഹൈഫൺ ഉപയോഗിക്കണം എന്നുള്ളതാണ്. ഹൈഫൺ ഉപയോഗിച്ച് വേണം നമ്പേഴ്സും നെയിംസും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ കമ്പൈൻ ദ സബ്സ്റ്റിറ്റ്യൂവന്റ് നെയിം വിത്ത് ദ ബേസ് നെയിം ഓഫ് ദ ലോങ്സ്റ്റ് ചെയിൻ.
prefix and substituent names in alphabetical order. അപ്പോൾ അങ്ങനെ ഒന്നിൽ കൂടുതൽ സബ്സ്റ്റിറ്റ്യൂവൻസ് വരികയാണെങ്കിൽ അവിടെ ഒരു പ്രയോറിറ്റി ഓർഡർ ഉണ്ട്, ആൽഫബറ്റിക്കൽ ഓർഡർ ഒക്കെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. കേരള വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റന്റ് എക്സാം 2024 ജൂലൈ 13. ഇനിയും പഠിച്ചു തുടങ്ങിയില്ല എന്നതാണ് നിങ്ങളുടെ പ്രധാന വെല്ലുവിളിയെങ്കിൽ ടെക് PSCയുടെ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളുടെ പുതിയ ബാച്ചിൽ നിങ്ങൾക്കും അംഗമാകാം. വിജയ ചരിത്രം ആവർത്തിക്കുന്നതിനായി കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററുടെ നേതൃത്വത്തിൽ അതിവിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും, capsule notes and other study materials in PDF format, doubt clearance and mentorship, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും 999 എന്ന നിസ്സാരമായ ഫീസിൽ. ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ ഉറപ്പിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. അതിനുശേഷം യൂസ് ന്യൂമറിക്കൽ പ്രഫിക്സസ്, അതായത് ഈ ഒരു സബ്സ്റ്റിറ്റ്യൂവൻസിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ 3 മീഥൈൽ ഗ്രൂപ്പ് ആണ് സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിട്ട് ഉള്ളതെന്ന് വിചാരിക്കുക. അപ്പൊ 3 മീഥൈൽ ഗ്രൂപ്പ് തന്നെ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ട്രൈ എന്ന് പറയുന്ന ആ ഒരു പ്രഫിക്സ് അതിന്റെ കൂടെ കൊടുക്കണം. കാരണം 3 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട് എന്നതിനെ കാണിക്കാം. അപ്പൊ അതിനെ ഉപയോഗിച്ച് സ്യൂട്ടബിൾ ആയിട്ട് നമുക്ക് ഡൈ, ട്രൈ, ടെട്ര, പെന്റ തുടങ്ങിയ പ്രഫിക്സുകൾ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് ഈ പ്രഫിക്സുകൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരിക? അവിടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഐഡന്റിക്കൽ സബ്സ്റ്റിറ്റ്യൂവൻസ് ഉണ്ടെങ്കിൽ, ഒരുപോലെയുള്ള ഒന്നിൽ കൂടുതൽ സബ്സ്റ്റിറ്റ്യൂവൻസ് അവിടെ പ്രസന്റ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാം. അതിനുശേഷം യൂസിങ് ഓഫ് ഹൈഫൺസ് ആൻഡ് കോമാസ്, ഞാൻ പറഞ്ഞതാണ് എന്താണ്, യൂസ് ഹൈഫൺസ് ടു സെപ്പറേറ്റ് നമ്പർ ഫ്രം ലെറ്റേഴ്സ് ആൻഡ് കോമാസ് ടു സെപ്പറേറ്റ് നമ്പേഴ്സ്. ഈ നമ്പേഴ്സിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ കോമാസ് ഉപയോഗിക്കണം. ഇനി നമ്പറും വേർഡ്സും തമ്മിൽ അല്ലെങ്കിൽ നമ്പറും ലെറ്റേഴ്സും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനാണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഹൈഫൺസ് ഉപയോഗിക്കുക. ഓക്കെ, ഇത്രയുമാണ് ബേസിക് ആയിട്ടുള്ള റൂൾസ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ജനറലി കുറച്ച് ടൈപ്സ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ നെയിമിങ് ജസ്റ്റ് അതിനൊന്ന് ഓവർവ്യൂ പോലെ ഒന്ന് നോക്കാം. അതിൽ ഒന്നാമത്തത് തന്നിട്ടുള്ളത് ആൽക്കെയിൻ ആണ്. അപ്പൊ ആൽക്കെയിൻ അറിയാലോ, ആൽക്കെയിൻ നെയിം ചെയ്യുമ്പോൾ ആദ്യം നമ്പർ ഓഫ് കാർബൺസ് നോക്കുക. നമ്പർ ഓഫ് കാർബൺസ് നോക്കിയതിന് ശേഷം ആൽക്കെയിൻ ആണ്. കെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ. സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിന്റെ മീനിങ് അതിന് സിംഗിൾ ബോണ്ട്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണ് ആൽക്കെയിൻസ്. അതിന്റെ നെയിം അവസാനിക്കുന്നത് ANE-യിലായിരിക്കണം. അതാണ് ഇമ്പോർട്ടന്റ്. ഓക്കെ, റൂട്ട് വേർഡ് നമുക്ക് നമ്പർ ഓഫ് കാർബൺ ആറ്റത്തിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് റൂട്ട് വേർഡ്സും കൊടുക്കാം. നെക്സ്റ്റ് ആൽക്കീൻസ് ആണ്. ആൽക്കീൻസ് എന്ന് പറയുമ്പോൾ അത് അൺസാച്ചുറേറ്റഡ് ആണ്. അതിൽ ഡബിൾ ബോണ്ട് ആണ് അൺസാച്ചുറേഷൻ ആയിട്ട് വരിക. എവിടെയെങ്കിലും ഒരിടത്ത് ഒരു ഡബിൾ ബോണ്ട് വന്നാൽ അതൊരു ആൽക്കീൻ ആയി. അപ്പോ ഹൈഡ്രോ കാർബൺസ് വിത്ത് അറ്റ്ലീസ്റ്റ് 1 ഡബിൾ ബോണ്ട്, ഒരു ഡബിൾ ബോണ്ടെങ്കിലും ഉള്ള ഹൈഡ്രോ കാർബൺസിനെയാണ് ഇങ്ങനെ പറയുക. അപ്പൊ അതിന്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് CnH2n ആണ്. സോ ഇവിടെയും ജനറൽ ഫോർമുല ഒന്ന് പഠിക്കണം കേട്ടോ. CnH2n+2. ആൽക്കെയിൻസിന്റെ ജനറൽ ഫോർമുല നമുക്ക് തൊട്ടടുത്ത ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ അവിടെ നമുക്ക് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ CnH2n ആണ് ഇവിടുത്തെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത്. അതിനുശേഷം ഡബിൾ ബോണ്ട് ഈസ് ഗിവൺ ഇൻ ദ ലോവസ്റ്റ് പോസിബിൾ നമ്പർ. അപ്പോൾ ഇവിടെ നമ്മൾ നമ്പറിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഡബിൾ ബോണ്ടിന് എന്ത് കിട്ടണം? ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ലോവസ്റ്റ് പോസിബിൾ നമ്പർ കിട്ടണം. അതായത് നമ്മൾ ലോവസ്റ്റ് സം റൂൾ വെച്ചിട്ട് കാർബൺ ആറ്റത്തിന്റെ ചേഞ്ചിന് നമ്പർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡബിൾ ബോണ്ട്സിനെയാണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്തത് അപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈതെയിൻ C2H4 ആണെങ്കിൽ 2 കാർബൺ ഉണ്ട്. അപ്പൊ മെത്ത് എത്താണ് ഈതെയിൻ. അതുപോലെ ഇവിടെ പ്രൊപ്പൈൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് ആൽക്കൈൻസ് ആണ്. ഹൈഡ്രോ കാർബൺസ് വിത്ത് അറ്റ്ലീസ്റ്റ് 1 ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്കൈൻസ് എന്ന് വിളിക്കാം. അതിന്റെ ജനറൽ ഫോർമുല തന്നിട്ടുണ്ട് CnH2n-2 ആണ്. ട്രിപ്പിൾ ബോണ്ട് ഈസ് ഗിവൺ ദ ലോവസ്റ്റ് പോസിബിൾ നമ്പർ ആൻഡ് എക്സാമ്പിൾസും അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരേ കാര്യം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരികയാണ്. ജസ്റ്റ് ചെറിയ ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കൂടുതൽ നമുക്ക് അതിൽ എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. നമുക്ക് ടൈം ലിമിറ്റേഷൻസ് ഉണ്ട്. അതിനുശേഷം സൈക്ലോ ആൽക്കെയിൻസ് ആണ്. സൈക്ലോ ആൽക്കെയിൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു സൈക്ലിക് സ്ട്രക്ചർ ആയിരിക്കും. അതായത് ക്ലോസ്ഡ് സ്ട്രക്ചർ ആയിരിക്കും. ഇതുപോലെ ഒരു ക്ലോസ്ഡ് സ്ട്രക്ചർ അല്ലെങ്കിൽ റിംഗ് സ്ട്രക്ചർ ഉള്ള കോമ്പൗണ്ട്സിനെയാണ് സൈക്ലോ ആൽക്കെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് വിത്ത് കാർബൺ ആറ്റം അറേഞ്ച്ഡ് ഇൻ എ റിംഗ് ഈസ് നോൺ ആസ് സൈക്ലോ ആൽക്കെയിൻസ്. അപ്പോൾ ഈ സൈക്ലോ ആൽക്കെയിൻസിന്റെ പ്രത്യേകത, ഫോർ എക്സാമ്പിൾ സൈക്ലോ ബ്യൂട്ടേൻ എടുക്കുകയാണെങ്കിൽ അതിന് 4 കാർബൺ ആറ്റം ഇത്തരത്തിൽ റിംഗ് ആയിട്ട് ഉണ്ടാവും.
അപ്പൊ അതിന്റെ പ്രിഫിക്സ് ആയിട്ട് നമ്മൾ സൈക്ലോ കൊടുക്കണം എന്നുള്ളതാണ് ഒരു റൂള്. എക്സാമ്പിൾ ആയിട്ട് സൈക്ലോ ഹെക്സൈൻ ഇവിടെ തന്നിട്ടുണ്ട്. C6H12 ആണ് സൈക്ലോ ഹെക്സൈന്റെ ഫോർമുല. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, CnH2n ആണ് ഇവിടുത്തെ ജനറൽ ഫോർമുല ആയിട്ട് വരുന്നത്. ഇത് സൈക്ലോ ഹെക്സൈന്റെയും ജനറൽ ഫോർമുലയാണ്, ആൽക്കീൻസിന്റെയും ജനറൽ ഫോർമുലയാണ്. അപ്പൊ അത് ഒന്ന് ഇമ്പോർട്ടന്റ് ആണ്, അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി. അതിനുശേഷം ആരോമാറ്റിക് കോമ്പൗണ്ട്സ് ആണ്. ആരോമാറ്റിക് കോമ്പൗണ്ട്സ് വരുന്ന സമയത്ത് കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് ബെൻസീൻ റിംഗ് ഓർ സിമിലർ റിംഗ് സ്ട്രക്ചർ, ബെൻസീനോ അല്ലെങ്കിൽ ബെൻസീനിന് സിമിലർ ആയിട്ട് കോൺജുഗേഷനിൽ വരുന്ന റിംഗ് സ്ട്രക്ചേഴ്സ് ഉണ്ടെങ്കിൽ അതിനെയാണ് ആരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നത്. ഈ ആരോമാറ്റിക് കോമ്പൗണ്ട്സിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്, ഇത് ഒരു ക്യാരക്ടറിസ്റ്റിക് സ്മെൽ ഉള്ള കോമ്പൗണ്ട് ആയിരിക്കും ഇത്തരത്തിലുള്ള ആരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഹെൻസ് ദ നെയിം. ഓക്കെ, സോ അതില് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ആരോമാറ്റിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത് ബെൻസീൻ ആണെന്ന് പറയുന്നുണ്ട്. എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ബെൻസീന്റെ കൂടെ ഒരു മീഥൈൽ ഗ്രൂപ്പ് വന്നാൽ നമുക്കതിനെ മീഥൈൽ ബെൻസീൻ എന്ന് IUPAC നെയിം വിളിക്കാം, അല്ലെങ്കിൽ അതിനെ ടൊളുവീൻ എന്നും വിളിക്കാം. അതിനുശേഷം ആൽക്കഹോൾസ് ആണ്. ആൽക്കഹോൾസ് വരുമ്പോൾ അതിന്റെ സഫിക്സ് അറിയാലോ, ഓളില് അവസാനിക്കണം. ആൽക്കഹോൾസ് അതിന്റെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഒക്കെ കൃത്യമായിട്ട് ആ ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ പൊസിഷനും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ആഡ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് മെത്തനോളും അവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഓൾ എന്ന് പറയുന്ന സഫിക്സ് ആണ് ആൽക്കഹോൾസ് വരുമ്പോഴത്തേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അടുത്തത് ഈതേഴ്സ് ആണ്. ഈതേഴ്സ് എന്ന് പറയുമ്പം കോമ്പൗണ്ട് വിത്ത് ആൻ ഓക്സിജൻ ആറ്റം കണക്റ്റഡ് ടു 2 ആൽക്കൈൽ ഓർ അലൈൽ ഗ്രൂപ്പ്. അപ്പോൾ ഇവിടെ ഒരു ഓക്സിജൻ ആറ്റം ഉണ്ട്. ഇത് സൈഡിലുള്ള 2 ആൽക്കൈൽ ഗ്രൂപ്പുമായിട്ട് പരസ്പരം കണക്ഷനിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഓക്സിജൻ കാണും, അതിന്റെ ഇവിടെയും ഒരു ഗ്രൂപ്പ് കാണും, ഇവിടെയും മറ്റൊരു ഗ്രൂപ്പ് കാണും. സോ ഇതിനെയാണ് ഈതേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെയിംഡ് ബൈ ലിസ്റ്റിംഗ് ദ ആൽക്കൈൽ ആൻഡ് അലൈൽ ഗ്രൂപ്പ് ഇൻ ദ ആൽഫബറ്റിക്കൽ ഓർഡർ ഫോളോഡ് ബൈ ഈതർ. ഓക്കെ, അപ്പോ ഇവിടെ ഡൈമീഥൈൽ ഈതർ എന്നാണ് ഇതിനെ പറയുക. കാരണം ഇവിടെയും ഇവിടെ എന്താണ്, മീഥൈൽ ആണ്. ഇനി ഒരിടത്ത് മീഥൈലും ഒരിടത്ത് ഈഥൈൽ ഗ്രൂപ്പും ആയിരുന്നെങ്കിൽ നമുക്ക് എന്തിന് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടി വരും? യെസ്, ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഈഥൈൽ ഗ്രൂപ്പിനെ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടി വരും. അപ്പൊ അതാണ് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഇവിടെ നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറും കൂടെ പറയേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് ആൽഡിഹൈഡ്സ് ആണ്. ആൽഡിഹൈഡ്സ് ഫംഗ്ഷൻ ഗ്രൂപ്പ് ആയിട്ട് വരുമ്പോൾ, അപ്പൊ ആൽഡിഹൈഡ്സ് എന്ന് പറയുമ്പോൾ CO ഗ്രൂപ്പ്, ഈ ആൽഡിഹൈഡ് ഗ്രൂപ്പിലും കീറ്റോണിക് ഗ്രൂപ്പിലും കോമൺ ആയിട്ടുള്ളതാണ് കാർബോണൈൽ എന്ന് പറയുന്ന ഗ്രൂപ്പ്. അതിൽ ആൽഡിഹൈഡ് എന്ന് പറയുമ്പോൾ ടെർമിനൽ ആണ്, അതായത് C∼OH, ഇതാണ് ആൽഡിഹൈഡ്. CHO ഇത് ടെർമിനൽ ആണ്, എവിടെയെങ്കിലും അവസാനിക്കുന്ന ഒരു ഭാഗത്തായിരിക്കും ഈ ആൽഡിഹൈഡ്സിന്റെ ഈ ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ടാവുക. അതിന്റെ സഫിക്സ് ആളാണ്. ബാക്കി അതിന് എക്സാമ്പിളും തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ആൽഡിഹൈഡ് ഗ്രൂപ്പിൽ നിന്ന് കീറ്റോണിക് ഗ്രൂപ്പിനെ വ്യത്യസ്തമാക്കുന്നത്, കീറ്റോണിക് ഗ്രൂപ്പ് വരുന്നത് ഏതെങ്കിലും ഒരു ലൈക്ക് രണ്ട് ഗ്രൂപ്പിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് പോലെ ആയിരിക്കും ഏത് ഗ്രൂപ്പ് വരുന്നത്, കീറ്റോണിക് ഗ്രൂപ്പ് വരുന്നത്. അപ്പൊ അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ടെർമിനൽ ഒരു ചെയിനിന്റെ അവസാനിക്കുന്ന ഭാഗത്താണ് ആൽഡിഹൈഡ് ഗ്രൂപ്പ് വരുന്നതെങ്കിൽ, കീറ്റോണിക് ഗ്രൂപ്പ് വരുന്നത് 2 ആൽക്കൈൽ അല്ലെങ്കിൽ അരൈൽ ഗ്രൂപ്പിന്റെ മധ്യഭാഗത്തായിട്ടായിരിക്കും. കീറ്റോണിക് ഗ്രൂപ്പിന് 2 വാലൻസീസ് ഉണ്ടെങ്കിൽ ആൽഡിഹൈഡ് ഗ്രൂപ്പിന് 1 വാലൻസിയേ ഉള്ളൂ. അപ്പൊ ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, കീറ്റോണിക് ഗ്രൂപ്പിന്റെ 1 വാലൻസി ഒരു ഹൈഡ്രജൻ ഒക്യുപ്പൈ ചെയ്തിരിക്കുമെങ്കിൽ അതിനെയാണ് നമ്മൾ ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കീറ്റോണിക് ഗ്രൂപ്പ് ആണെങ്കിൽ അവിടെ നമ്മൾ ON എന്ന് പറയുന്ന സഫിക്സ് കൊടുക്കണം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് കാർബോക്സിലിക് ആസിഡ്സ് ആണ്. കാർബോക്സിലിക് ആസിഡ്സിൽ കോമ്പൗണ്ട് വിത്ത് കാർബോക്സിൽ ഗ്രൂപ്പ്, ഒരു കാർബോക്സിൽ ഗ്രൂപ്പ് ഉള്ള കോമ്പൗണ്ട്സിനെയാണ് കാർബോക്സിലിക് ആസിഡ്സ് എന്ന് പറയുന്നത്. ഇവിടുത്തെ സഫിക്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഓയിക് ആസിഡ് എന്നാണ്. അതിന് എക്സാമ്പിൾ ആയിട്ട് എഥനോയിക് ആസിഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് എസ്റ്റേഴ്സ് ആണ്. ദ കോമ്പൗണ്ട്സ് ഡിറൈവ്ഡ് ഫ്രം കാർബോക്സിലിക് ആസിഡ് വേർ ദ ഹൈഡ്രജൻ ഓഫ് ദ കാർബോക്സിൽ ഗ്രൂപ്പ് ഈസ് റീപ്ലേസ്ഡ് ബൈ ആൻ ആൽക്കൈൽ ഗ്രൂപ്പ്. അപ്പൊ ഇവിടെ C∼OH എന്നാണല്ലോ ഈ കാർബോക്സിലിക് ആസിഡ് വരുന്നത്. അപ്പൊ ഇതിന്റെ ഹൈഡ്രജൻ ഗ്രൂപ്പിനെ മറ്റൊരു ആൽക്കൈൽ ഗ്രൂപ്പ് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിനെ എസ്റ്റേഴ്സ് എന്ന് പറയാം. ഓക്കെ, എസ്റ്റേഴ്സിനെ നെയിം ചെയ്യേണ്ടത് ആൽക്കൈൽ ആൽക്കനോയിഡ്സ് എന്നാണ്. അപ്പൊ ഇവിടെ ഹൈഡ്രജൻ പോയിട്ട് മറ്റൊരു ആൽക്കൈൽ അല്ലെങ്കിൽ അരൈൽ ഗ്രൂപ്പ് വരുമ്പോഴത്തേക്ക് ഇവിടെ വീണ്ടും എന്ത് വരികയാണ്, ഇതൊരു ബ്രിഡ്ജിങ് പോലെ അല്ലെങ്കിൽ ലിങ്ക് ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് ആയിട്ട് വരികയാണ്. 2 ഗ്രൂപ്പ്സിനെ പരസ്പരം ലിങ്ക് ചെയ്യുന്ന കോമ്പൗണ്ട്. അപ്പൊ അതിന് ഒരു ഭാഗത്ത് ഒരു ഗ്രൂപ്പ് കാണും, അതിന്റെ അതർ സൈഡിലും മറ്റൊരു ഗ്രൂപ്പ് ആണ്. അപ്പൊ നമ്മൾ ഇതിന്റെ നെയിം ചെയ്യേണ്ടത് ആൽക്കൈൽ ആൽക്കലോയിഡ്, ഫോർ എക്സാമ്പിൾ ഈഥൈൽ എത്തനോയിറ്റ്. അങ്ങനെ നമുക്ക് ആ ഗ്രൂപ്പിന്റെ നമ്പറിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ആ ഒരു ഡിഫറൻസ് നമുക്ക് നെയിം നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ,
ഇതിന്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് ആപ്സിൽ അവൈലബിൾ ആയിരിക്കും. ഇത് ജസ്റ്റ് റിവിഷൻ നോട്ട്സ് മാത്രമാണ്. അപ്പോൾ എക്സാമ്പിൾ പറയുന്നുണ്ട് മീത്തൈൽ എത്തനോയിറ്റ് ഇതാ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ശേഷം അടുത്ത വരുന്ന അമീൻസ് ആണ്. അമീൻസ് എന്ന് പറയുമ്പോൾ കോമ്പൗണ്ട്സ് വിത്ത് 1 or more അമിനോ ഗ്രൂപ്പ്സ്. ഇതാണ് NH2 ആണ് അമിനോ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നോ അതിൽ കൂടുതലോ അമിനോ ഗ്രൂപ്പ്സ് ഉള്ള കോമ്പൗണ്ടിനെയാണ് എന്ത് പറയുന്നത്? അമീൻസ് എന്ന് പറയുന്നത്. ഇവിടെ സഫിക്സ് ആയിട്ട് യൂസ് ചെയ്യേണ്ട അമൈൻ എന്ന് തന്നെയാണ്. മെത്തിലമീൻ, എത്തിലമീൻ എന്ന് നമുക്ക് യൂസ് ചെയ്യാം. അതിനുശേഷം അമൈഡ്സ് ആണ്. അമൈഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ദ കോമ്പൗണ്ട്സ് വിത്ത് എ കാർബണൈൽ ഗ്രൂപ്പ് ബോണ്ടഡ് ടു എ നൈട്രജൻ ആറ്റം. അമൈഡ് എന്ന് പറയുമ്പോൾ ഒരു കാർബണൈൽ ഗ്രൂപ്പ് ഒരു നൈട്രജൻ ആറ്റവുമായിട്ട് ബോണ്ട് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് അമൈഡ്സ് എന്ന് വിളിക്കാം. ഓക്കെ, സോ ഇത്രയുമാണ് പ്രധാനമായിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. ഇനി അതിന് കുറച്ച് എക്സാമ്പിൾസും ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസും നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ ആ എക്സാമ്പിളിലേക്കാണ് പോകുന്നത്. ആ നെയിമിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എക്സാമിന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള, ഒരുപാട് കോംപ്ലക്സ് ആയിട്ട് വലിയ ചെയിൻ നെയിമിംഗ് ഒന്നും ചോദിക്കാനായിട്ട് സാധ്യതയില്ല. ഇതേപോലെ സിമ്പിൾ ആയിട്ടുള്ള നെയിമിങ്സ് മാത്രം ചോദിക്കാനേ സാധ്യതയുള്ളൂ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് കാണാൻ സാധിക്കുക. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് മീത്തൈൽ പെന്റെയിൻ ആണ്. അപ്പൊ മീത്തൈൽ 2 മീത്തൈൽ പെന്റെയിൻ. അപ്പോൾ അതിന്റെ ഇതിന്റെ റൂട്ട് വേർഡ് എന്താണ്? പെന്റ് ആണ്. അതായത് അതിനകത്ത് അതൊരു 5 കാർബൺ കോമ്പൗണ്ട് ആണ് എന്ന് പറയുന്നു. അതിനുശേഷം സബ്സ്റ്റിറ്റ്യൂന്റ് ആയിട്ട് വരുന്നത് മീത്തൈൽ ഗ്രൂപ്പ് ആണ്. ആ മീത്തൈൽ ഗ്രൂപ്പ് ഏത് കാർബണിലാണ് ഉള്ളത്? സെക്കൻഡ് കാർബണിലാണ് മീത്തൈൽ ഗ്രൂപ്പ് ഉള്ളത്. അതായത് അതുകൊണ്ടാണ് 2 മീത്തൈൽ പെന്റെയിൻ വരുന്നത്. മെത്ത്, ഏത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്. അപ്പോൾ നമ്പർ കൊടുക്കുകയാണെങ്കിൽ 1 2 3 4 5. അതിൽ ഇവിടെ ഒരു മീത്തൈൽ ഗ്രൂപ്പ് കൂടെ വരുന്നുണ്ടെങ്കിൽ അതിനെന്ത്? ഇതാണ് 2 മീത്തൈൽ പെന്റെയിൻ. ബാക്കിയുള്ള വാലൻസീസ് ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് 2 മീത്തൈൽ പെന്റെയിൻ. നെക്സ്റ്റ് 3 ബ്രോമോ 2 ക്ലോറോ പെന്റെയിൻ. അപ്പൊ ഇവിടെ പെന്റെയിൻ തന്നെയാണ്. അപ്പോൾ 5 കാർബൺ ഇതാണ് 5 കാർബൺ റിംഗ് ആണ്. അതിൽ മൂന്നാമത്തെ കാർബണിൽ ഒരു ക്ലോറിനും രണ്ടാമത്തെ കാർബണിൽ ഒരു ബ്രോമിനും രണ്ടാമത്തെ കാർബണിൽ ഒരു ക്ലോറിനും വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് 2,3 ഡൈമീഥൈൽ ബ്യൂട്ടൈൻ. 2,3 ഡൈമീഥൈൽ ബ്യൂട്ടൈൻ. അപ്പൊ ബ്യൂട്ടൈൻ ആണ്. അപ്പൊ 4 കാർബൺ കോമ്പൗണ്ട് ആയിരിക്കും. സബ്സ്റ്റിറ്റ്യൂവൻസ് ആയിട്ട് വരുന്നത് 2 മീഥൈൽ ഗ്രൂപ്പ് ആണ്. അതുകൊണ്ടാണ് ഡൈമീഥൈൽ എന്ന് പറഞ്ഞത്. ഈ 2 കാർബൺ ആറ്റംസ് വരുന്നത് രണ്ടാമത്തെ കാർബണിലും മൂന്നാമത്തെ കാർബണിലും ആയിരിക്കും. ഇനി അടുത്ത എത്തനോൾ ആണ്. എത്തനോൾ എന്ന് പറയുമ്പോൾ 2 കാർബൺ, എത്താണല്ലോ, അതുകൊണ്ട് 2 കാർബൺ ഉണ്ടാവും. അതിന്റെ കൂടെ ഒരു OH ഗ്രൂപ്പും കൂടെ ഉണ്ടാവും. അതാണ് എത്തനോൾ എന്ന് പറയുന്നത്. അതായത് CH3 CH2 OH. അതാണ് എത്തനോൾ. അത് സിമ്പിൾ ആണ്. നെക്സ്റ്റ് നമുക്ക് പ്യൂരിഫിക്കേഷൻ ടെക്നിക്സ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നെയിമിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഈ റിവിഷൻ നോട്ട്സിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. കൂടുതൽ എക്സാമ്പിൾസും കാര്യങ്ങളും മറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള നോട്ട്സിലും അതുപോലെ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസിലും അത് തന്നിട്ടുണ്ടാവും. നെക്സ്റ്റ് വരുന്നത് സബ്ലിമേഷൻ, അതായത് പ്യൂരിഫിക്കേഷൻ ടെക്നിക്സ് ആണ്. ധാരാളം പ്യൂരിഫിക്കേഷൻ ടെക്നിക്സ്, ക്രോമാറ്റോഗ്രഫി, സെൻട്രിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള പ്യൂരിഫിക്കേഷൻ ടെക്നിക്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് സിലബസ് ഓറിയന്റഡ് ആയിട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് സബ്ലിമേഷൻ വേണം, ക്രിസ്റ്റലൈസേഷൻ വേണം, ഡിസ്റ്റിലേഷൻ വേണം. ഡിസ്റ്റിലേഷനിൽ തന്നെ NCERT 3 ടൈപ്പ് ഓഫ് ഡിസ്റ്റിലേഷൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഒന്ന് നോർമൽ ഡിസ്റ്റിലേഷൻ, മറ്റൊന്ന് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, അടുത്തത് സ്റ്റീം ഡിസ്റ്റിലേഷൻ. അപ്പോൾ ഈ 3 ഡിസ്റ്റിലേഷനും കൂടെയാണ് നമ്മൾ പഠിക്കുന്നത് ഈ മോഡ്യൂൾ 1 ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതിനുശേഷം അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് സബ്ലിമേഷൻ ആണ്. സബ്ലിമേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് some solid substances transition directly from solid to vapor without passing through liquid state. അപ്പൊ സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, സോളിഡിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ഗ്യാസിലേക്കുള്ള ഒരു ട്രാൻസിഷൻ. അതിന്റെ ഇന്റർമീഡിയറ്റ് ആയിട്ട്, ഇപ്പൊ നോർമലി എന്താണെങ്കിലും സോളിഡിൽ നിന്ന് ഗ്യാസ് ആയിട്ട് മാറുമ്പോഴത്തേക്ക് അതിന്റെ ഇന്റർമീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ലിക്വിഡ് സ്റ്റേറ്റ് അത് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇവിടെ സബ്ലിമേഷൻ നടക്കുമ്പോൾ അങ്ങനെ സംഭവിക്കാറില്ല. ഒരു ലിക്വിഡ് ഇന്റർമീഡിയറ്റ് ഇവിടെ ഉണ്ടാകാറേ ഇല്ല. ഓക്കെ, അതിന്റെ ആപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നത് യൂസ്ഡ് ടു സെപ്പറേറ്റ് സബ്ലൈമബിൾ കോമ്പൗണ്ട്സ് ഫ്രം നോൺ സബ്ലൈമബിൾ ഇംപ്യൂരിറ്റീസ്. അപ്പോൾ ഇവിടെ സബ്ലൈമബിൾ കോമ്പൗണ്ട്സിനെ നോൺ സബ്ലൈമബിൾ ആയിട്ടുള്ള ഇംപ്യൂരിറ്റീസിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അതായത് കുറച്ച് സബ്ലിമേഷൻ ഏറ്റവും നന്നായിട്ട് നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് ക്യാംഫർ എന്ന് പറയുന്നത്, കർപ്പൂരം. അപ്പോൾ പച്ച കർപ്പൂരം, ഈ ക്യാംഫർ എടുത്തിട്ട് ക്യാംഫറിലേക്ക് കുറച്ച് ഇംപ്യൂരിറ്റീസ്, കുറച്ച് മണ്ണും പൊടിയൊക്കെ പറ്റി ഇംപ്യൂരിറ്റീസ് അതിൽ പറ്റിപ്പോയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ ഈസി ആയിട്ട് സബ്ലിമേഷൻ വഴി പ്യൂരിഫൈ ചെയ്തെടുക്കാം. അതായത് ഇതിനെ ഒന്ന് ചൂടാക്കിയാൽ മതി, അടച്ചു വെച്ച് ചൂടാക്കണം. ചൂടാക്കുമ്പോഴത്തേക്ക് ക്യാംഫർ ഡയറക്റ്റ് ആയിട്ട് വേപ്പറൈസ് ചെയ്യും. ആ വേപ്പേഴ്സിനെ തണുപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് പ്യൂർ ആയിട്ടുള്ള ക്യാംഫർ കിട്ടും. ഇനി ആ ഒരു നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ആ ഒരു ഡസ്റ്റ് പാർട്ടിക്കിൾസും ഇംപ്യൂരിറ്റീസും എല്ലാം നമുക്ക് ആ പാത്രത്തിൽ തന്നെ റീറ്റെയിൻ ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്.
ഓക്കെ, നെക്സ്റ്റ് ക്രിസ്റ്റലൈസേഷൻ ആണ്. ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുമ്പോൾ ദിസ് പ്രിൻസിപ്പിൾ ഈസ് ബേസ്ഡ് ഓൺ ദ ഡിഫറൻസ് ഇൻ സോളിബിലിറ്റീസ് ഓഫ് കോമ്പൗണ്ട് ആൻഡ് ഇംപ്യൂരിറ്റീസ് ഇൻ എ സോൾവെന്റ്. അതായത് ഒരു സോൾവെന്റിൽ ചിലപ്പോൾ ഒരു കോമ്പൗണ്ട് നമ്മൾ മിക്സ് ചെയ്യാണ്. അപ്പൊ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ആ കോമ്പൗണ്ടിൽ എന്ത് കാണും? നമുക്ക് ആവശ്യമായിട്ടുള്ള കോമ്പൗണ്ട് കാണും, അതിന്റെ ഇംപ്യൂരിറ്റീസും കാണും. ഇതിന് രണ്ടിനും ചിലപ്പോൾ ഇംപ്യൂരിറ്റീസ് മാത്രം ഡിസോൾവ് ചെയ്യില്ല. ഈ ഒരു കോമ്പൗണ്ട്, പ്യുവർ കോമ്പൗണ്ട് മാത്രമേ ഡിസോൾവ് ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ ഡിസോൾവ് ചെയ്തെടുക്കുമ്പോൾ ഇംപ്യൂരിറ്റീസിനെ എല്ലാം നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി അതിനെ വീണ്ടും റീക്രിസ്റ്റലൈസ് ചെയ്ത് വീണ്ടും ക്രിസ്റ്റൽസ് ഫോം ചെയ്യുന്ന ആ ഒരു ഇക്വേഷനെയാണ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് റീക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ലൈക്ക് എന്താണ് ഡിസോൾവ് ചെയ്തിട്ടുള്ള പ്യുവർ കോമ്പൗണ്ടിനെ വീണ്ടും റീക്രിസ്റ്റലൈസേഷൻ ചെയ്തെടുത്താൽ പിന്നെ അതിന് ഇംപ്യൂരിറ്റീസ് ഉണ്ടാവില്ല. കാരണം ഇംപ്യൂരിറ്റീസ് ഡിസോൾവ് ആവാതെ കിടന്ന ഇംപ്യൂരിറ്റീസ് ആണ്, അതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി. ഇനി സോല്യൂബിൾ ആയിട്ടുള്ള സോൾവെന്റിൽ നിന്ന് നമുക്ക് അതിനെ റീക്രിസ്റ്റലൈസ് ചെയ്തെടുത്താൽ മതി. അപ്പൊ റീക്രിസ്റ്റലൈസേഷൻ നടത്താനായിട്ട് നമുക്ക് ടെമ്പറേച്ചറിൽ എന്തെങ്കിലും ചേഞ്ച് കൊടുക്കാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി, ഒന്ന് തണുപ്പിച്ചാലൊക്കെ മതി. അപ്പൊ ഇതാണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഡിസോൾവ് ദ impure compound in a solvent where sparingly soluble at room temperature but highly soluble at higher temperature. അപ്പോൾ ഈ ഒരു ഇംപ്യൂർ കോമ്പൗണ്ടിന്റെ പ്രത്യേകത, ഇത് റൂം ടെമ്പറേച്ചറിൽ ആ സോൾവെന്റിൽ സ്പാരിംഗ്ലി സോലിബിൾ ആണെങ്കിലും ഹൈലി സോലിബിൾ ആയിരിക്കും ഹയർ ടെമ്പറേച്ചറിൽ. അപ്പൊ നമ്മൾ ഇതിനെ എന്ത് ചെയ്യുക? ആ ഒരു ഇംപ്യൂർ കോമ്പൗണ്ടിനെ എടുത്ത് ചൂടാക്കുക. അപ്പൊ ഇംപ്യൂരിറ്റീസ് എന്താണ്? ഇംപ്യൂരിറ്റീസ് ഡിസോൾവ് ആവത്തില്ല, ഈ ഒരു കോമ്പൗണ്ട് മാത്രം ഡിസോൾവ് ആവും. ഡിസോൾവ് ആവുന്നത് എന്താ? ഹയർ ടെമ്പറേച്ചറിലാണ്. അപ്പൊ നമ്മളൊന്ന് ബോയിൽ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെ ഒന്ന് ഫിൽട്ടർ ചെയ്തതിന് ശേഷം, അപ്പൊ ഇംപ്യൂരിറ്റീസ് മാറും. ഫിൽട്ടർ ചെയ്തതിന് ശേഷം പിന്നെ ഒന്ന് എന്ത് ചെയ്യണം? കൂൾ ചെയ്യണം. കൂൾ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഹയർ ടെമ്പറേച്ചറിൽ മാത്രമേ ഇത് സോലിബിൾ ആവുള്ളൂ. ലോവർ ടെമ്പറേച്ചറിൽ ഇത് സ്പാരിംഗ്ലി സോലിബിൾ, അതായത് വളരെ കഷ്ടപ്പെട്ട് മാത്രമേ സോലിബിൾ ആവുള്ളൂ, അല്ലെങ്കിൽ ഇൻസോലിബിൾ ആണെന്ന് തന്നെ നമുക്ക് പറയാം ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന് തണുപ്പിച്ചെടുത്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആ പ്യുവർ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് വീണ്ടും റീക്രിസ്റ്റലൈസ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ നടക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അഡ്വാൻസ്ഡ് മെത്തേഡാണ്. മെത്തേഡില് ഇഫ് എ കോമ്പൗണ്ട് ഈസ് ഹൈലി സോൾബിൾ ഇൻ വൺ സോൾവെന്റ് ആൻഡ് പോർലി സോൾബിൾ ഇൻ അനദർ, എ മിക്സ്ചർ ഓഫ് ദീസ് സോൾവെന്റ്സ് ഈസ് ബെറ്റർ ഫോർ ക്രിസ്റ്റലൈസേഷൻ. ഇനി കുറച്ചുകൂടെ അഡ്വാൻസ് ടെക്നിക്കില് ഈ ഒരു കോമ്പൗണ്ട് ഒരു സോൾവെന്റ് സോൾബിൾ ആവും, മറ്റൊരു സോൾവെന്റിൽ സോൾബിൾ ആവത്തില്ല. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സോൾവെന്റിന്റെയും കൂടെ ഒരു മിക്സ്ചർ എടുത്തിട്ട് അതിനൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് ക്രിസ്റ്റലൈസ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് പറയുന്നു. അതിനുശേഷം ഇംപ്യൂരിറ്റി റിമൂവലിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നെങ്കിൽ ഫിൽട്ടർ ഒക്കെ ചെയ്തെടുക്കാം, വിസിബിൾ ആയിട്ടുള്ള ഇംപ്യൂരിറ്റീസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ആ ഇംപ്യൂരിറ്റീസിനെ അഡ്സോർബ് ചെയ്തെടുക്കാൻ, അതായത് അതിന്റെ അഡ്സോർബിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ സർഫസിലേക്ക് ആഗിരണം ചെയ്യുക, അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ് അഡ്സോർബിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സർഫസിൽ നടക്കുന്ന അബ്സോർപ്ഷൻ ആണ് അഡ്സോർപ്ഷൻ. ഓക്കെ, അപ്പോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആക്ടിവേറ്റഡ് ചാർക്കോൾ പോലുള്ള സംഗതികൾ ഉപയോഗിക്കാം. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? ഏറ്റവും പ്യൂരിറ്റി, അതിന്റെ പ്യൂരിറ്റി കൂടുതലായിട്ട് അഷ്യൂർ ചെയ്യാനായിട്ട്, അതായത് ഇനി അതില് ഇംപ്യൂരിറ്റീസ് ഒന്നും റീറ്റെയിൻ ചെയ്യുന്നില്ല, 100% പ്യുവർ ആണ് എന്ന രീതിയിൽ നമുക്ക് അതിന്റെ ഇംപ്യൂരിറ്റീസ് എല്ലാം മാറ്റിയെടുക്കാൻ, കൂടുതൽ പ്യുവർ ആക്കാൻ വേണ്ടിയിട്ട് എത്ര തവണ ഈ ഒരു പ്രോസസ്, ഈ ഒരു ക്രിസ്റ്റലൈസേഷൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നോ അത്രത്തോളം പ്യുവർ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് നമുക്ക് കിട്ടിക്കൊണ്ടുവരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഡിസ്റ്റിലേഷൻ ആണ്. ഡിസ്റ്റിലേഷനിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. പ്രിൻസിപ്പിൾ: സെപ്പറേറ്റ് വോളറ്റൈൽ ലിക്വിഡ്സ് ഫ്രം നോൺ വോളറ്റൈൽ ഇംപ്യൂരിറ്റീസ് ഓർ സെപ്പറേറ്റ് ലിക്വിഡ്സ് വിത്ത് എ സഫിഷ്യന്റ് ഡിഫറൻസ് ഇൻ ബോയിലിംഗ് പോയിന്റ്. ഈ ഒരു ഡിസ്റ്റിലേഷൻ നമുക്ക് രണ്ട് രീതിയിലാണ് ചെയ്യാൻ പറ്റുക. ഒന്നെങ്കിൽ ആ ഒരു സൊല്യൂഷൻ വോളറ്റൈൽ ആയിരിക്കണം, ഏതെങ്കിലും ഒരെണ്ണം വോളറ്റൈലും മറ്റൊന്ന് നോൺ വോളറ്റൈലും ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സോൾട്ട് വാട്ടർ നമുക്ക് ഡിസ്റ്റിലേഷൻ നടത്താൻ പറ്റും. കാരണം വാട്ടർ എന്താണ്? വോളറ്റൈൽ ആണ്, സോൾട്ട് നോൺ വോളറ്റൈൽ ആണ്. അപ്പൊ അതിന് തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക് വാട്ടർ മാത്രം വേപ്പർ ആയിട്ട് പോകും, സോൾട്ട് ആ ഒരു റൗണ്ട് ബോട്ടം ഫ്ലാസ്കിൽ റീറ്റെയിൻ ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അതാണിത്. ഇനി മറ്റൊരു കാര്യം, നമുക്ക് അസറ്റോണും വാട്ടറും കൂടെ മിക്സ് ആയിപ്പോയി. അപ്പോൾ അസറ്റോണിന്റെ പ്രത്യേകത, അസറ്റോണിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 56 ഡിഗ്രി സെൽഷ്യസ് ആണ്. വാട്ടറിന്റെ ആണെങ്കിലോ 100 ഡിഗ്രി, 56 അല്ല 54 ഡിഗ്രി സെൽഷ്യസും വാട്ടറിന്റെ 100 ഡിഗ്രി സെൽഷ്യസും ആണ്. അപ്പൊ ഇവര് തമ്മിൽ കാര്യമായിട്ടുള്ള ഒരു കൺസിഡറബിൾ ആയിട്ടുള്ള എന്തുണ്ട്? ഒരു ബോയിലിംഗ് പോയിന്റ് വരുന്ന ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഇത്തരത്തില് അത്യാവശ്യം കാര്യമായ ഡിഫറൻസ് ബോയിലിംഗ് പോയിന്റ് ഉണ്ടെങ്കിലും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് യൂസ് ചെയ്യാം. അപ്പൊ എന്താണ് ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് എന്ന് ചുരുക്കി ഞാനൊന്ന് പറയാം. ആ ഒരു മിക്സറിനെ എടുത്ത് ചൂടാക്കുക,
അപ്പൊ ചൂടാക്കുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം വോളറ്റൈൽ ആയിരിക്കും. ആ വോളറ്റൈൽ ആയിട്ടുള്ള സാധനം വേപ്പറൈസ് ചെയ്ത് പോകും. അത് നമുക്ക് കണ്ടൻസറിൽ കൂടെ, കണ്ടൻസർ എന്ന് പറയുമ്പോൾ തണുത്ത വെള്ളം എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സെറ്റപ്പാണ് കണ്ടൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് നമ്മൾ കണ്ടൻസറിൽ കൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അത് തണുത്ത് വീണ്ടും തിരിച്ച് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് ആയിട്ട് വരും. അപ്പൊ ഇതാണ് ഒന്നാമത്തെ പ്രോസസ്സ്. രണ്ടാമത്തെ പ്രോസസ്സിൽ ബോയിലിംഗ് പോയിന്റിൽ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇത് അസറ്റോൺ ആണ്, അസറ്റോണും വാട്ടറും. ഓക്കെ, അപ്പോൾ അസറ്റോണിന്റെ പ്രത്യേകത ബോയിലിംഗ് പോയിന്റ് വളരെ കുറവാണ്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ മിക്സ് ആയി പോയാൽ എന്ത് ചെയ്താൽ മതി? അതിന് ഡിസ്റ്റിലേഷൻ നടത്തിയാൽ മതി. കാരണം 56 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴത്തേക്ക് അസറ്റോൺ തിളച്ച് വേപ്പറൈസ് ചെയ്യും. അറൌണ്ട് ഒരു 60-65 ഡിഗ്രി ഒക്കെ എത്തുന്ന സമയത്ത് മുഴുവനായിട്ടും അസറ്റോൺ വേപ്പറൈസ് ചെയ്ത് പോയിട്ടുണ്ടാവും. പക്ഷെ വാട്ടർ ആണെങ്കിൽ അത് വേപ്പറൈസ് ചെയ്യാനായിട്ട് 100 ഡിഗ്രി സെൽഷ്യസ് വേണം. അപ്പൊ അസറ്റോൺ മുഴുവൻ വേപ്പറൈസ് ചെയ്ത് പോകുന്ന സമയത്ത് വാട്ടറിന് ഒരു കുലുക്കവും സംഭവിക്കത്തില്ല. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് അതിനെ ഈസി ആയിട്ട് എന്തെടുക്കാം? സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അടുത്തത് ഓക്കെ, അപ്പോൾ ഇവിടെ ഡിസ്റ്റിലേഷന്റെ പ്രോസസ്സ് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഡിസ്റ്റിലേഷൻ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ള സെപ്പറേഷൻ ഓഫ് ക്ലോറോഫോം ഫ്രം അനിലീൻ, അതും ഒന്ന് പഠിച്ചു വെക്കുക. അപ്പൊ നമ്മൾ രണ്ടെണ്ണം പഠിച്ചു, അസറ്റോൺ ഫ്രം വാട്ടർ പഠിച്ചു. ഇപ്പൊ ദാ ക്ലോറോഫോം ഫ്രം അനിലീൻ, അതിന്റെ ബോയിലിംഗ് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ക്ലോറോഫോം ആണെങ്കിൽ 334ഉം അനിലീൻ ആവുമ്പോഴത്തേക്ക് 457 കെൽവിനുമാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കൺസിഡറബിൾ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ഉണ്ട് ബോയിലിംഗ് പോയിന്റ് തമ്മിൽ. അപ്പൊ നമുക്ക് അതിനെയും സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി വേർതിരിച്ചെടുക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് വരുന്നത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ്. അപ്പൊ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുമ്പോൾ ദ പ്രിൻസിപ്പിൾ യൂസ്ഡ് എന്ന് പറയുന്നത് when the boiling point difference between two liquids is small. അപ്പൊ നമ്മൾ കൺസിഡറബിൾ ആയിട്ട് ബോയിലിംഗ് പോയിന്റിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കാം? നോർമൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കാം. ഇനി ആ ലിക്വിഡ്സിന്റെ ബോയിലിംഗ് പോയിന്റ് തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ല, കാര്യമായിട്ടുള്ള വ്യത്യാസമില്ല, വളരെ ചെറിയ ഒരു ഡിഫറൻസ് മാത്രമേ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ചെയ്യാം. അപ്പൊ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ചെയ്യാനായിട്ട് നമുക്ക് എക്സ്ട്രാ ഡിസ്റ്റിലേഷൻ സെറ്റപ്പിൽ ഒരു കാര്യം ആഡ് ചെയ്താൽ മതി, ഫ്രാക്ഷനേറ്റിംഗ് കോളം. ആ ഫ്രാക്ഷനേറ്റിംഗ് കോളം ആഡ് ചെയ്യുമ്പോൾ ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിന് അകത്ത് എന്താണ് അവിടെ നടക്കുന്നതെന്ന് വളരെ ചുരുക്കി നമുക്കൊന്ന് പറയാം. ഈ ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിനകത്ത് നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ടുള്ള കണ്ടൻസേഷൻ ആൻഡ് വേപ്പറൈസേഷൻ ആണ്. അതായത് വേപ്പറൈസ് ചെയ്ത് മുകളിൽ പോവും, ആ ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിൽ തട്ടി വീണ്ടും തിരിച്ചു വരും, വീണ്ടും മുകളിൽ പോവും, തിരിച്ചു വരും. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് മാത്രമേ ആ ഒരു ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞ ആ ഒരു ലിക്വിഡിന് വളരെ ഏറ്റവും ടോപ്പിൽ കണ്ടൻസറിലേക്ക് എത്താൻ പറ്റും. അങ്ങനെ വളരെ പയ്യെ മാത്രം ഈ ഒരു ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞ ആദ്യത്തെ ലിക്വിഡ് കണ്ടൻസറിൽ എത്തിക്കഴിയും. കണ്ടൻസറിൽ എത്തി അത് മുഴുവൻ ലിക്വിഡ് ആയിട്ട് മാറിക്കഴിഞ്ഞാലും ബോയിലിംഗ് പോയിന്റ് കൂടിയ രണ്ടാമത്തെ ലിക്വിഡ് എന്ത് ചെയ്യുന്നുണ്ടാവില്ല? ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഇതിനകത്ത് റിപ്പീറ്റഡ് ആയിട്ടുള്ള കണ്ടൻസേഷനും വേപ്പറൈസേഷനും നടക്കുന്നതിന്റെ ഫലമായിട്ട് ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞത് ആരാണോ ആ ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞ ആള് ആദ്യം കണ്ടൻസറിൽ എത്തുകയും ബോയിലിംഗ് പോയിന്റ് കൂടിയ ആള് രണ്ടാമത് കണ്ടൻസറിൽ എത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് അതിനെ ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സെപ്പറേഷൻ ഓഫ് ക്രൂഡ് ഓയിൽ നമ്മൾ ചെയ്യുന്നത്. അതായത് ക്രൂഡ് ഓയിൽ നിന്ന് പെട്രോളിയം, ഡീസൽ, അങ്ങനെ പല ഇത് ടാറ, അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നില്ലേ? അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ചില കമ്പോണൻസുകൾ സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾക്ക് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, മറ്റൊരു യൂസ് കൂടിയുണ്ട്. മെത്തനോളും എത്തനോളും മിക്സ് ആയി പോയി, മെത്തനോളും എത്തനോളും, അതും കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കോ. മെത്തനോളിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 65 ഡിഗ്രി സെൽഷ്യസും എത്തനോളിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 78 ഡിഗ്രി സെൽഷ്യസും ആണ്. ഓക്കെ, അപ്പൊ ഇവര് തമ്മിൽ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഇല്ല, ഡിഫറൻസ് ഇൻ ബോയിലിംഗ് പോയിന്റ് ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിച്ച് നമുക്ക് ഇതിനെ സുഖമായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ ആണ്. പ്രഷർ കുറച്ചിട്ടുള്ള ഡിസ്റ്റിലേഷൻ. അപ്പൊ ഇവിടുത്തെ പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. വളരെ സിമ്പിൾ ആണ്, നമുക്ക് നോക്കാം. Principle purifies liquid with very high boiling points or those that decompose or below their boiling points by lowering the boiling point through pressure reduction. അപ്പൊ ഇവിടെ നമ്മൾ പ്രഷർ റിഡക്ഷൻ, പ്രഷർ കുറച്ചിട്ട് ബോയിലിംഗ് പോയിന്റ് കുറയ്ക്കും. ഓക്കെ, അപ്പോ ഹൈ ബോയിലിംഗ് പോയിന്റ് ഉള്ള മിക്സ്ചേഴ്സ് ആണെങ്കിൽ, മിക്സ്ചേഴ്സിൽ ഏതെങ്കിലും ഒരു കമ്പോണന്റ് വളരെ ഹൈ ആയിട്ടുള്ള ബോയിലിംഗ് പോയിന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അത്രയും എനർജി നമുക്ക് കൊടുക്കാൻ പറ്റില്ല, എനർജി എഫിഷ്യൻസി കുറവായിരിക്കും. കാരണം അത്രയും എനർജി അത് കൺസ്യൂം ചെയ്താലേ അതെന്തായിട്ട് മാറുള്ളൂ? വേപ്പർ ആയിട്ട് മാറുള്ളൂ. അറ്റ് ദ സെയിം ടൈം നമുക്ക് അതിന്റെ പ്രഷർ ഒന്ന് കുറയ്ക്കുകയാണെങ്കിൽ, നമുക്കറിയാം പ്രഷർ കുറയുമ്പോൾ എന്തുകൊണ്ടാണ് ഊട്ടി അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം പ്രഷർ കുക്കേഴ്സ് യൂസ് ചെയ്ത് കുക്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം റീസൺ ആണ്. കാരണം ഉയരം കൂടുന്തോറും പ്രഷർ കുറയും, പ്രഷർ കുറയുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറയും.
അതായത് നോർമലി 100 ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കേണ്ട വെള്ളം ഇതേപോലുള്ള ഹൈ റേഞ്ചിലെല്ലാം 80 ഡിഗ്രി സെൽഷ്യസിലേക്ക് തിളയ്ക്കും. അപ്പൊ അതിലൊക്കെ മുട്ട ഒക്കെ ബോയിൽ ചെയ്യാൻ ഇടുമ്പോൾ 80 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം തിളച്ചോണ്ടിരിക്കുക. പിന്നെ ആ 80 ഡിഗ്രിയിൽ അത് കൂടത്തുമില്ല. കാരണം ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ആണ്. വാട്ടർ എന്താണ് അതിനകത്ത് കിടന്ന് തിളച്ചുകൊണ്ടിരിക്കും. ഈ എക്സ്ട്രാ കൊടുക്കുന്ന ഹീറ്റ് എല്ലാം അത് ഫേസ് ട്രാൻസിഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിനാണ് ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആസ് എ റിസൾട്ട് ഈ ഒരു 80 ഡിഗ്രി സെൽഷ്യസിൽ എന്തെങ്കിലും ബോയിൽ ചെയ്യാൻ ഇടുകയാണെങ്കിൽ അത് കുക്കായി വരത്തില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യും, പ്രഷർ കുക്കേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കും. കാരണം പ്രഷർ കുക്കറിനകത്ത് പ്രഷർ വളരെ കൂടുതലാണ്. അപ്പോൾ നോർമലി വെള്ളം 100 ഡിഗ്രി സെൽഷ്യസ് തിളയ്ക്കുമെങ്കിൽ പ്രഷർ കുക്കറിനകത്ത് ചിലപ്പോൾ അത് 120 130 ഡിഗ്രി സെൽഷ്യസിലേക്കായിരിക്കും വെള്ളം തിളയ്ക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തില് നമുക്ക് കുറച്ചുകൂടെ എഫിഷ്യന്റ് ആയിട്ട് എനർജി എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും പ്രഷർ കുക്കർ യൂസ് ചെയ്യുമ്പോൾ. അപ്പൊ ഏകദേശം സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. പ്രഷർ കുറച്ചുകൊണ്ട് എന്ത് ചെയ്യും അവര്, ബോയിലിംഗ് പോയിന്റ് കുറയ്ക്കും. ബോയിലിംഗ് പോയിന്റ് കുറയ്ക്കുമ്പോൾ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഡിസ്റ്റിലേഷൻ നടത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് സെപ്പറേഷൻ ഓഫ് ഗ്ലിസറോൾ ഫ്രം സ്പെൻഡ് ലൈൻ ഇൻ സോപ്പ് ഇൻഡസ്ട്രി. സോപ്പ് ഇൻഡസ്ട്രി നമ്മൾ ഗ്ലിസറോളിനെ സ്പെൻഡ് ലൈനിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു സെയിം പ്രോസസ് ആണ് ഉപയോഗിക്കുന്നത്, ഡിസ്റ്റിലേഷൻ ഉണ്ട് റെഡ്യൂസ്ഡ് പ്രഷർ. സോ ഇത്രയാണ് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന പാർട്ടിൽ നിന്നുള്ളത്. അപ്പൊ ജസ്റ്റ് നമുക്ക് ആ ഒരു ഓർഗാനിക് കെമിസ്ട്രിയിലെ ഫസ്റ്റ് പാർട്ടിൽ പ്രധാനമായിട്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇനി അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് MCQs ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. വാട്ട് ഈസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് IUPAC നോമൻക്ലേച്ചർ ഇൻ ഓർഗാനിക് കെമിസ്ട്രി എന്നാണ്. അപ്പൊ അതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ടു സിംപ്ലിഫൈ ദ നെയിമിംഗ് പ്രോസസ്, അതുപോലെ ടു എൻഷുർ ഈച്ച് കോമ്പൗണ്ട് ഹാസ് യുണീക്ക് ആൻഡ് സിസ്റ്റമാറ്റിക് നെയിം, ടു സ്റ്റാൻഡർഡൈസ് ദ യൂസ് ഓഫ് കോമൺ നെയിംസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, ടു പ്രയോറിറ്റൈസ് ദ ആൽഫബറ്റിക്കൽ ഓർഡർ ഇൻ ദ കോമ്പൗണ്ട് നെയിമിംഗ്. ഇത്രയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ആൻസർ പറയാൻ പറ്റും. ഏതാണ്? ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ബി ആണ്. ബി എന്ന് പറഞ്ഞാൽ ടു എൻഷുർ ഈച്ച് കോമ്പൗണ്ട് ഹാസ് യുണീക്ക് ആൻഡ് സിസ്റ്റമാറ്റിക് നെയിം. അപ്പൊ ഓരോ കോമ്പൗണ്ടിന്റെയും യുണീക്കും സിസ്റ്റമാറ്റിക്കും ആയിട്ടുള്ള നെയിമിംഗ് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ. ഒരിക്കലും IUPAC നെയിം വെച്ച് നമ്മൾ നെയിം ചെയ്യുമ്പോൾ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കോമ്പൗണ്ട്സിന് ഒരേ നെയിം കിട്ടത്തില്ല, ഒരിക്കലും കിട്ടത്തില്ല. കാരണം അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അത് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ അതാണ് റീസൺ. നെക്സ്റ്റ്, അപ്പൊ ബി ആണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ. ആ ഒരു PDF തന്നെ ഞാൻ അത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് കറക്റ്റ്ലി നെയിംഡ് അക്കോർഡിംഗ് ടു IUPAC നോമൻക്ലേച്ചർ. അപ്പോൾ ഇതിൽ എത്തനാമിൻ 2, 3-methyl butane-2-ol, പ്രൊപ്പനോൺ 3, മെത്തോക്സി ഈഥേൻ, ഇത്രയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് നെയിം ചെയ്തിട്ടുള്ളതെന്നാണ്. ഏതായിരിക്കും? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ്. കാരണം എയും സിയും അല്ലാന്ന് നമുക്കറിയാം. മീതോക്സി ഈഥേൻ എടുക്കുന്ന സമയത്ത് ഈഥേൻ രണ്ടാമതാ വരുന്നത്. അപ്പൊ ആ ഒരു റീസൺ കൂടെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള നെയിമിംഗ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ അതും നമുക്ക് ആൻസർ കിട്ടും. നെക്സ്റ്റ്, ഇൻ ദ കോമ്പൗണ്ട് 1,2-dichloroethane ഹൗ മെനി ക്ലോറിൻ ആറ്റംസ് ആർ അറ്റാച്ച്ഡ് ടു ഈച്ച് കാർബൺ ആറ്റം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻ അത് കറക്റ്റ് ആയിട്ട് വായിക്കാം. കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. 1 chlorine atom on each carbon atom, 2 chlorine atoms on first carbon atom and none on the second, 1 chlorine atom on the first carbon atom and 2 on the second, 2 chlorine atom on each carbon atom. അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരിക? സി അല്ലേ സർ? ഏതാണ്? സി. ഓക്കെ, അപ്പൊ ബി ഓപ്ഷൻ പറയുന്നത് 2 chlorine atoms on the first carbon atom and none on the second എന്നാണ്. സെക്കൻഡ് കാർബൺ. അപ്പോ സ്ട്രക്ചർ ഒന്ന് വരച്ചു നോക്കാം. ഡൈക്ലോറോ ഈഥെയിൻ ആണ്. അപ്പൊ മെത്തേത്ത്. ഓക്കെ, അപ്പം 1ഉം 2 ഉണ്ട്. ഇതിൽ രണ്ടിലും ഓരോ ക്ലോറിൻ ആറ്റം വെച്ചിട്ടുണ്ട്, ഡൈക്ലോറോ. ബാക്കി ഹൈഡ്രജൻ ഒന്നും ഞാനിപ്പോ ആഡ് ചെയ്യുന്നില്ല. അതായത് എന്താണ്, 1 chlorine atom on each carbon atom. 2 കാർബൺ ആറ്റത്തിൽ ഓരോ ക്ലോറിൻ വെച്ചില്ലേ? അപ്പൊ 1 chlorine atom on each carbon atom ആണ് കറക്റ്റ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരിക. 1 chlorine atom on each carbon atom. ഓരോ കാർബൺ ആറ്റത്തിലും ഓരോ ക്ലോറിൻ ആറ്റം വെച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഏതാണ്? സി. 1 chlorine atom on the first carbon,
ആറ്റം ആൻഡ് 2 ഓൺ ദ സെക്കൻഡ്. രണ്ടാമത്തെ കാർബണിൽ 2 ക്ലോറിൻ ആറ്റം ഉണ്ടെന്നാണ് അതിന്റെ മീനിങ് ആയിട്ട്. ഓക്കെ, Okay, sir. നെക്സ്റ്റ് യെസ്, നാലാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. Like in the process of sublimation, what property of certain solid substance allows them to transition directly from solid to vapor state without passing through liquid state എന്നാണ്. ഡയറക്റ്റ് ആൻസർ ചെയ്യാം. ഏതാണ്? Volatility. വോളറ്റൈലിറ്റി, ഹൈ വോളറ്റൈലിറ്റി ആണ്. അത് വളരെ പെട്ടെന്ന് വോളറ്റൈൽ, അതായത് വേപ്പർ സ്റ്റേറ്റിലോട്ട് മാറാൻ പറ്റുക എന്നാണ് വോളറ്റൈലിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ കുറച്ച് വാക്കുകൾ വോളറ്റൈൽ, മിസിബിൾ എന്ന് പറഞ്ഞാൽ മിക്സ് ചെയ്യുന്നതാണ്. അപ്പൊ അത്തരത്തിൽ കുറച്ച് വേർഡ്സ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് വേപ്പർ സ്റ്റേറ്റിലോട്ട് പോകാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ബി ആണ് ഓപ്ഷൻ. ലൈക്ക് ഹൈ വോളറ്റൈലിറ്റി ആണ് ഓപ്ഷൻ ആയിട്ട് വരിക. ആൻസർ അവിടെ എക്സ്പ്ലനേഷൻ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് ഞാൻ. നെക്സ്റ്റ്, which scenario would be most suitable for the application of sublimation as a purification technique? ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇപ്പൊ പറയുന്നുണ്ട് സെപ്പറേറ്റിംഗ് ഷുഗർ ഫ്രം വാട്ടർ. അതല്ല, കാരണം ഷുഗർ വോളറ്റൈൽ അല്ല, വാട്ടർ സബ്ലൈം ചെയ്യുന്ന കാര്യമല്ല. സെപ്പറേഷൻ ഓഫ് സാൻഡ് ഫ്രം സോൾട്ട്, രണ്ടും സാൻഡും സോൾട്ടും വോളറ്റൈൽ അല്ല. പ്യൂരിഫൈങ് അയഡിൻ ക്രിസ്റ്റൽസ് ഫ്രം ഇംപ്യൂരിറ്റീസ്, നമുക്ക് തൽക്കാലം അവിടെ വയ്ക്കാം. പ്യൂരിഫൈങ് കോപ്പർ സൾഫേറ്റ് ഫ്രം വാട്ടർ, അപ്പൊ കോപ്പർ സൾഫേറ്റ് വോളറ്റൈൽ ഇല്ല. സോ ഒബ്വിയസ്ലി ഓപ്ഷൻ എന്തായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും. അപ്പൊ പ്രധാനപ്പെട്ട കോമ്പൗണ്ട്സ്, ഈ സബ്ലിമേഷൻ കാണിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് കോമ്പൗണ്ട്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ നമ്മളെ ക്യാംഫർ ആണ്. ക്യാംഫർ നമ്മളെ കർപ്പൂരം. രണ്ടാമത്തെ കോമ്പൗണ്ട് എന്ന് പറയുന്നത് അമോണിയം ക്ലോറൈഡ് ആണ്. ഓക്കെ, അമോണിയം ക്ലോറൈഡ്, ഇത് സബ്ലിമേഷൻ പ്രോപ്പർട്ടി കാണിക്കുന്നതാണ്. അടുത്ത മൂന്നാമത്തത് അയഡിൻ. നാലാമത്തെ കോമ്പൗണ്ട് പ്രധാനപ്പെട്ടതാണ് നാഫ്തലീൻ. അപ്പൊ ഇതിലേതെങ്കിലും പ്രധാനമായിട്ട് തിരിച്ചു മറിച്ചു, ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇതാണ്. ഇതിലേതെങ്കിലും ഒക്കെ തിരിച്ചു മറിച്ചു ഒക്കെ എവിടെയെങ്കിലും ഒക്കെ ചോദിക്കാനാണ് സാധ്യത. അപ്പൊ ഇതിലേതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവിടെ സബ്ലിമേഷൻ ആയിരിക്കും അതിന്റെ ഉത്തരം. ക്യാംഫർ, അമോണിയം ക്ലോറൈഡ്, അയഡിൻ, നാഫ്തലീൻ. ഈ നാഫ്തലീൻ എന്ന് പറഞ്ഞാൽ പാറ്റ ഗുളികയാണ്. ഓക്കെ, അപ്പൊ ഇതും എല്ലാം എന്താണ്, എവിടെയെങ്കിലും വച്ച് കൊടുത്താലും മതി, അത് അപ്പോഴേ വേപ്പറൈസ് ചെയ്ത് വെക്കോളും. അപ്പൊ ഇതാണ് 4 എണ്ണം. അപ്പൊ ഈ 4 ഏതെങ്കിലും വന്നാൽ നമുക്ക് അവിടെ സബ്ലിമേഷൻ ഉപയോഗിക്കാം. അപ്പൊ ഇവിടെ അയഡിൻ ക്രിസ്റ്റൽസ് വന്നിട്ടുണ്ടല്ലോ, അപ്പൊ അയഡിൻ വന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് അവിടെ സബ്ലിമേഷൻ. ബാക്കി ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് അതിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. എന്നാലും ഈ ഒരു 4 എണ്ണമെങ്കിലും പ്രധാനമായിട്ടും പഠിച്ചു വെക്കുക, സബ്ലിമേഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആറാമത്തെ ക്വസ്റ്റ്യൻ, what role does the difference in solubility between a compound and its impurities play in the process of crystallization? Crystallization എന്താണ് ആ ഒരു ഡിഫറൻസ് ഇൻ സോലിബിലിറ്റി കൊണ്ട് എന്താണ് അതിന്റെ ഒരു ഉപയോഗം എന്നാണ്. അപ്പോൾ ഡിറ്റർമിൻ ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ക്രിസ്റ്റലൈസേഷൻ ഒക്കേഴ്സ്. നമുക്ക് ക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ അറിഞ്ഞിട്ട് പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും കാര്യമില്ലൊന്നുമില്ല. ഇറ്റ് അഫക്ട്സ് ദ റേറ്റ് ഓഫ് ക്രിസ്റ്റൽ ഫോർമേഷൻ. It allows for selective dissolution of compound. It influences the purity of resulting crystals. അപ്പോൾ ഇതിൽ ഒന്നിൽ കൂടുതൽ ആൻസേഴ്സ് കറക്റ്റ് ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്താണ്? ക്രിസ്റ്റലൈസേഷൻ നമ്മൾ ചെയ്യുന്നത് പ്യൂരിറ്റി എൻഷുർ ചെയ്യാനായിട്ടാണ്. അതായത് ഇംപ്യൂരിറ്റീസിനെ എല്ലാം മാറ്റിയിട്ട് കുറെ കൂടെ അതിനെ പ്യൂർ ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? റീക്രിസ്റ്റലൈസേഷൻ അല്ലെങ്കിൽ ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഡി ഓപ്ഷൻ ആയിട്ട് എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്, ഇനി നമുക്ക് ഒരു ചാപ്റ്ററും കൂടെ ഉണ്ട്, അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പോവാണ്. Why is the technique of fractional distillation preferred over simple distillation when separating liquids with the similar boiling points? അപ്പൊ അതാണ് ക്വസ്റ്റ്യൻ ആയിട്ട്. സിമിലർ ബോയിലിംഗ് പോയിന്റ്സ് ഉണ്ടെങ്കിൽ എന്താണ് കാര്യം എന്നാണ്. അപ്പം ഇറ്റ് റിക്വയർസ് ലെസ് എനർജി ഇൻപുട്ട്. അത് തെറ്റാണ്. കാരണം ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ് കുറച്ചും കൂടെ എനർജി വേണ്ടത്. കാരണം ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ടുള്ള കണ്ടൻസേഷനും അല്ലെങ്കിൽ ലിക്വിഫാക്ഷനും വേപ്പറൈസേഷനും ആ ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് എനർജി ആക്ച്വലി അതിൽ കൂടുതലാണ് വേണ്ടത്. ഇറ്റ് ഈൽഡ് പ്യുവർ ഡിസ്റ്റിലേറ്റ്. ഇറ്റ് അലോസ് ഫോർ സെപ്പറേഷൻ അറ്റ് ലോവർ ടെമ്പറേച്ചർ. ഇറ്റ് പ്രൊവൈഡ്സ് ബെറ്റർ സെപ്പറേഷൻ എഫിഷ്യൻസി. അപ്പൊ നമുക്കിവിടെ ആൻസർ ആയിട്ട് നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് വരും. ലൈക്ക് ബിയും കറക്റ്റ് ആണ്, പ്യുവർ ഡിസ്റ്റിലേറ്റ്. അതുപോലെ ഇറ്റ് പ്രൊവൈഡ്സ് ബെറ്റർ സെപ്പറേഷൻ എഫിഷ്യൻസി. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ആൻസർ ആയിട്ട് വരാം. പക്ഷെ ഇവിടെ കുറച്ചും കൂടെ നമ്മൾ ലോജിക്കലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്യുവർ ഡിസ്റ്റിലേറ്റ് നമുക്ക് വേണമെങ്കിൽ നോർമൽ ഡിസ്റ്റിലേഷനിലും കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്താണ്? സെപ്പറേഷൻ എഫിഷ്യൻസി കൂടുതലാണ്. ഓക്കെ, അതായത്
ബോയിലിംഗ് പോയിന്റ് തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതൊരിക്കലും നോർമൽ ഡിസ്റ്റിലേഷൻ ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ സെപ്പറേഷൻ എഫിഷ്യൻസി കുറവാണ്. ചിലപ്പോൾ മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡ്സ് ആയതുകൊണ്ട് ചിലപ്പോൾ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് പെട്ടെന്ന് വേപ്പറൈസ് ചെയ്ത് കയറി വരാം. പക്ഷേ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എടുക്കുമ്പോൾ ആ ഒരു കുഴപ്പം പറ്റത്തില്ല. സെപ്പറേഷൻ എഫിഷ്യൻസി അവിടെ കൂടുതലാണ്. അപ്പോൾ കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ട് വരിക ആ ഒരു ഡി ഓപ്ഷൻ തന്നെയാണ്. സെപ്പറേഷൻ എഫിഷ്യൻസി ഇവിടെ എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് 7th ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് അടുത്ത ഒരു പാർട്ടിലേക്ക് പോകാം. അടുത്ത ചാപ്റ്റർ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ചാപ്റ്ററാണ് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് ഉള്ളത്, ഓർഗാനിക് കെമിസ്ട്രിയിലെ 2nd ചാപ്റ്റർ ഹൈഡ്രോ കാർബൺ. കാരണം നമ്മൾ ധാരാളം ടെസ്റ്റുകളെല്ലാം പഠിക്കുന്ന എവിടെയാണ്, ചിലപ്പോൾ ആ ടെസ്റ്റുകൾ തമ്മിൽ ഇന്റർമിക്സ് ചെയ്ത് വരാം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനായിട്ട് ഈസി ആയിട്ടുള്ള ഒരു പാർട്ടും, അതായത് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ഈസി ആയിട്ടുള്ള ഒരു പാർട്ടും ഇതാണ്, ഈ ഒരു ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്ന സെഷനാണ്. അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ആൽക്കെയിൻസ് എന്താണെന്ന് പറയുന്നു. ആൽക്കെയിൻസ് നമുക്കറിയാം, നമ്മൾ നേരത്തെയും കണ്ടതാണ്. എന്താണ് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസിനെയാണ് ആൽക്കെയിൻസ് എന്ന് പറയാം. അപ്പൊ അതില് പ്രത്യേകിച്ച് കൂടുതൽ നമ്മൾ നേരത്തെ ഒരിക്കലും കണ്ടതാണല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ വരുന്നില്ല. ആൽക്കെയിൻസിന്റെ കൺസ്ട്രക്ഷനും ഹോമോലോഗസ് സീരീസും ഇവിടെ പറയുന്നുണ്ട്. അത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അതായത് C3H8 അതുപോലെ C4H10 അങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു കൺസ്ട്രക്ഷനും പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അവിടെ ചിലപ്പോ ഒരു അസഷൻ റീസണിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ആൽക്കെയിൻസ് ആർ ഇനേർട്ട് അണ്ടർ നോർമൽ കണ്ടീഷൻ, മീനിങ് ദ ഡി നോട്ട് റിയാക്ട് വിത്ത് ആസിഡ്സ്, ബേസസ് ഓർ അതർ റിയേജൻസ്. അത് ഇമ്പോർട്ടന്റ്. ഇനേർട്ട് കണ്ടീഷനിൽ, നമ്മുടെ ഇനേർട്ട് ആയിട്ടുള്ള കണ്ടീഷൻസിൽ, അല്ലെങ്കിൽ നമ്മുടെ നോർമൽ കണ്ടീഷൻസിലെല്ലാം എന്താണ്, ആൽക്കെയിൻസ് അത് ഇനേർട്ട് ആണ്. നോർമൽ കണ്ടീഷൻസിൽ എന്താണ്, അത് ഇനേർട്ട് ആണ്. അതായത് അത് റിയാക്ഷൻ ഒന്നും തരത്തില്ല, ആസിഡുമായിട്ടോ ബേസുമായിട്ടോ ഒന്നും റിയാക്ട് ചെയ്യത്തില്ല. ഇനി അതിന്റെ ജനറൽ ഫോർമുല നമുക്ക് അറിയാം, നമ്മൾ അതും നേരത്തെ കണ്ടതാണ്. CnH2n+2 ആണ്. അതിൽ n റെപ്രസെന്റ് ചെയ്യുന്ന നമ്പർ ഓഫ് കാർബൺ ആറ്റത്തെയാണ്. അപ്പൊ അത് നമുക്ക് വേണ്ട. ഓക്കെ, വേണ്ടെന്നല്ല, അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിലും കൂടുതൽ എക്സ്പ്ലനേഷൻസിന്റെ ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗത്തേക്ക് പോവാണ്, ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് ഫോർ ആൽക്കഹോൾസ്. അപ്പൊ 2 ടൈപ്സ് ഓഫ് ടെസ്റ്റ് ആണുള്ളത്, ക്വാളിറ്റേറ്റീവ് ടെസ്റ്റുകളും ക്വാണ്ടിറ്റേറ്റീവ് ടെസ്റ്റുകളും. അതിൽ ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതാണ് ആ ഒരു കോമ്പൗണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ മാത്രമേ നമ്മൾ ക്വാളിറ്റേറ്റീവ് ടെസ്റ്റുകൾ ഉപയോഗിക്കുള്ളൂ. ഓക്കെ, ഫോർ എക്സാമ്പിൾ അതിനകത്ത് ഫീനോൾ ഉണ്ടോ, ആൽക്കഹോൾ ഉണ്ടോ, ആൽഡിഹൈഡ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട്, അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനായിട്ട് മാത്രമേ നമ്മൾ എന്ത് ഉപയോഗിക്കുള്ളൂ, ക്വാളിറ്റേറ്റീവ് ടെസ്റ്റുകൾ ഉപയോഗിക്കുള്ളൂ. ക്വാണ്ടിറ്റേറ്റീവ് ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെയാണ് നമുക്ക് ഈ ആസിഡ് ബേസ് ന്യൂട്രലൈസേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അസിഡിമെട്രി, ആൽക്കലിമെട്രി അങ്ങനെയുള്ള കാര്യങ്ങൾ. കാരണം എന്താണ്, അവിടെ നമുക്ക് വേണ്ടത് ക്വാളിറ്റി, അല്ലെങ്കിൽ ഏതാണ് കോമ്പൗണ്ട് എന്നല്ല, അത് എത്രയുണ്ട്, അതിന്റെ കോൺസെൻട്രേഷൻ എത്രയാണെന്നുള്ള കാര്യമാണ് വേണ്ടത്. അപ്പോൾ അത്തരത്തിൽ 2 ടൈപ്പ് ഓഫ് അനാലിസിസ് ആണുള്ളത്. അതിൽ ക്വാളിറ്റേറ്റീവ് അനാലിസിസിനെ പറ്റി മാത്രമേ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. സോ നമുക്ക് നോക്കാം. ഡെഫിനിഷൻ എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ അവിടെ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, OH ഗ്രൂപ്പ് ഉണ്ടോ ഇല്ലയോ, ഒരു കാർബൺ ആറ്റത്തില് OH ഗ്രൂപ്പിന്റെ പ്രസൻസ്. അപ്പോൾ നമുക്കിവിടെ ടെസ്റ്റ് ഫോർ ആൽക്കഹോൾസ് ആണ് നമ്മൾ നോക്കുന്നത്. ആൽക്കഹോൾസ് എന്ന് പറയുമ്പോൾ ആൽക്കഹോൾസിന്റെ ഫംഗ്ഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് OH ആണ്. അപ്പൊ ഈ OH ഗ്രൂപ്പ് അതിലുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുന്ന ഒരു ടെസ്റ്റിനെയാണ് ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് ഫോർ ആൽക്കഹോൾസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ അതിന്റെ പർപ്പസും ഇത് തന്നെയാണ്, സെയിം കാര്യം തന്നെയാണ് പർപ്പസ് ആയിട്ടും കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ടെസ്റ്റിലോട്ട് പോവാം. ഫസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ലൂക്കാസ് ടെസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ടെസ്റ്റ് ലൂക്കാസ് ടെസ്റ്റ് ആണ്. ലൂക്കാസ് ടെസ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഡിഫറൻസ് ഇൻ റിയാക്ടിവിറ്റി ബിറ്റ്വീൻ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി ആൽക്കഹോൾസ് ടുവാർഡ്സ് ലൂക്കാസ് റിയേജന്റ്. ഓക്കെ, അപ്പൊ 2 പോയിന്റ് ആണ് ഇവിടെ നിന്ന് കിട്ടുക. ഒന്ന്, പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആൽക്കഹോൾസ് തമ്മിൽ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. മറ്റൊന്ന് ലൂക്കാസ് റിയേജന്റ് എന്താണ്, ലൂക്കാസ് റിയേജന്റ് എന്ന് പറയുമ്പോൾ കോൺസെൻട്രേറ്റഡ് HCl-ഉം അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡും ചേർന്ന ഒരു മിക്സ്ചർ. ഒന്നും കൂടെ ഞാൻ പറയാം, കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡും അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡും ചേർന്ന മിക്സ്ചറിനെയാണ് ലൂക്കാസ് മിക്സ്ചർ അല്ലെങ്കിൽ ലൂക്കാസ് റിയേജന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രൊസീജിയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആഡ് ഫ്യൂ ഡ്രോപ്സ് ഓഫ് ലൂക്കാസ് റിയേജന്റ് ടു ആൽക്കഹോൾ സാമ്പിൾ ആൻഡ് ഷേക്ക് ആൻഡ് ഒബ്സർവ് ദ അപ്പിയറൻസ് ഓഫ് ടർബിഡിറ്റി. ടർബിഡിറ്റി എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന ഒരു കലങ്ങലാണ്, ക്ലൗഡിനെസ്. ആ ഒരു ടർബിഡിറ്റിയെ നമ്മൾ ഒബ്സർവ് ചെയ്യുക. അത് എത്ര സമയം കൊണ്ടാണ് ആ ടർബിഡിറ്റി ഫോം ചെയ്യുന്നത് എന്ന് നമ്മൾ നോക്കുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടെസ്റ്റിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് റാപ്പിഡ് ടർബിഡിറ്റി ആണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ റാപ്പിഡ് ആയിട്ടുള്ള ലെയർ ഫോർമേഷനോ, അല്ലെങ്കിൽ പെട്ടെന്നുള്ള നിറം മാറ്റം, ഒരു കലങ്ങൾ ഒക്കെ വളരെ പെട്ടെന്നാണ് ഉണ്ടാവുന്നതെങ്കിൽ നമുക്ക് ടെർഷറി ആൽക്കഹോൾസിന്റെ പ്രസൻസ് നമുക്ക് കൺഫേം ചെയ്യാം. ഇനി പ്രൈമറി ആൻഡ് സെക്കൻഡറി ആൽക്കഹോൾസ് മേ ഷോ നോ ഇമ്മീഡിയറ്റ് റിയാക്ഷൻ ഓർ എ സ്ലോവർ റിയാക്ഷൻ. അപ്പോൾ പ്രൈമറിയും സെക്കൻഡറിയും ആൽക്കഹോൾസ് എന്ത് തരില്ല, നമുക്ക്
പെട്ടെന്നുള്ള ഒരു റിയാക്ഷൻ തരില്ല. ടെർഷ്യറി ആൽക്കഹോൾ ആണ് ഇതിന് വളരെ പെട്ടെന്ന് ഒരു റിസൾട്ട് തരുന്നത്, വളരെ പെട്ടെന്ന് ടർബിഡിറ്റി ഫോം ചെയ്യുന്ന ടെർഷ്യറി ആൽക്കഹോൾസിലാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ടെർഷ്യറി ആൽക്കഹോൾസിന്റെ പ്രധാനമായിട്ടുള്ള ടെസ്റ്റ് ആയിട്ട് നമുക്ക് ഈ ലൂക്കാസ് ടെസ്റ്റ് ഉപയോഗിക്കാം. അപ്പൊ ലൂക്കാസ് റീജന്റ് എന്താണ്, എന്തിനത് ഉപയോഗിക്കുന്നു? പ്രൊസീജിയർ നമുക്ക് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. പ്രൊസീജിയർ നമുക്ക് അറിയാമല്ലോ, മിക്സ് ചെയ്തിട്ട് കുലുക്കാനോ ചൂടാക്കാനോ തണുപ്പിക്കാനോ ഒക്കെ ആയിരിക്കും. ഓക്കെ, എന്താണ് നമ്മൾ അവിടെ റിയേജൻസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത്, എന്താണ് നമ്മൾ ആക്ച്വലി ചെയ്യേണ്ടത്, അതുപോലെ എന്താണ് അതിന്റെ ലൈക്ക് നമ്മുടെ ഒബ്സർവേഷൻ, ഇൻഫറൻസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടത്. നെക്സ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് അയഡോഫോം ടെസ്റ്റ് ആണ്. അപ്പൊ അയഡോഫോം ടെസ്റ്റിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദ റിയാക്ഷൻ ഓഫ് സർട്ടൻ ആൽക്കഹോൾസ് വിത്ത് അയഡിൻ I2. ഓക്കെ, അയഡിനുമായിട്ടുള്ള റിയാക്ഷൻ ആണ് ഇൻ ദ പ്രസൻസ് ഓഫ് എ ബേസ് ടു ഫോം യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഓഫ് അയഡോഫോം. അയഡോഫോം എന്ന് പറഞ്ഞാൽ CH3, ഇതാണ് അയഡോഫോം എന്ന് പറയുന്നത്. അപ്പോ അയഡിനുമായിട്ട് ഏതെങ്കിലും ഒരു ബേസിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്ത് യെല്ലോ പ്രസിപ്പിറ്റേറ്റ്, ചിലപ്പോൾ ആ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഏതാണ്, അല്ലെങ്കിൽ അയഡോഫോം എന്താണ് എന്നൊക്കെ ആയിരിക്കും തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കാൻ സാധ്യത. അപ്പോൾ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, അയഡോഫോം ആണ്, CH3 ആണ് അയഡോഫോമിന്റെ ആ ഒരു ഫോർമുല എന്ന് പറയുന്നത്. ഇനി അതിന്റെ പ്രൊസീജിയർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. യെസ്, പ്രൊസീജിയറിലോട്ട് വരുമ്പോൾ mix the alcohol sample with iodine solution in potassium iodide Ki and sodium hydroxide. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ആൽക്കലൈൻ ഇതിലാണ് നടത്തേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആൽക്കലി ആയിട്ട് NaOH ആണ് എടുത്തിരിക്കുന്നത്, അയഡിന്റെ സോഴ്സ് ആയിട്ട് പൊട്ടാഷ്യം അയഡൈഡ് Ki ആണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഈ മിക്സ്ചറിനെ ജെന്റിലായിട്ടൊന്ന് ഹീറ്റ് ചെയ്താൽ മതി, എന്നിട്ട് അതിനെ ഒന്ന് കൂൾ ചെയ്യാൻ അനുവദിക്കുക. ഒബ്സർവേഷൻ ആണ് ഇമ്പോർട്ടന്റ്. ഫോർമേഷൻ ഓഫ് യെല്ലോ precipitate of iodoform confirms the presence of methyl ketone or secondary alcohol. ഇമ്പോർട്ടന്റ് ആണ്. മീഥൈൽ കീറ്റോണോ അല്ലെങ്കിൽ സെക്കൻഡറി ആൽക്കഹോളോ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, അവിടെ ഒരു അയഡോഫോം ടെസ്റ്റ് അത് കാണിക്കും, ആ ഒരു യെല്ലോ precipitate കിട്ടും. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡറി ആൽക്കഹോൾ വിത്ത് മീഥൈൽ ഗ്രൂപ്പ് അഡ്ജസന്റ് ടു ദ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. ആ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന്റെ അടുത്ത് എന്ത് വേണം, സെക്കൻഡറി ആൽക്കഹോൾ എന്ന് പറയുമ്പോഴേ ഇതാണ് സെക്കൻഡറി ആൽക്കഹോൾ OH എന്ന് പറയുന്നത്. ഇവിടെ ഒരു കാർബൺ ആയിരിക്കണം, ഇവിടെ ഒരു കാർബൺ ആയിരിക്കണം, അതിൽ ഒരു കാർബൺ തീർച്ചയായിട്ടും മീഥൈൽ ഗ്രൂപ്പ് തന്നെ ആയിരിക്കണം. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ നമുക്ക് അവിടെ എന്ത് കിട്ടും, അയഡോഫോം ടെസ്റ്റ് കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല മീഥൈൽ കീറ്റോണിക് ഗ്രൂപ്പിനും കിട്ടും, ആൽഫ ഹൈഡ്രജൻ ഉള്ള ഗ്രൂപ്പ്സിന് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത്, അയഡോഫോം ടെസ്റ്റ്. മൂന്നാമത്തെ ടെസ്റ്റ് ആയിട്ട് നമുക്ക് എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റ് വിക്ടർ മേയേഴ്സ് ടെസ്റ്റ് ആണ്. അപ്പൊ അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദ റിയാക്ഷൻ ഓഫ് ആൽക്കഹോൾസ് വിത്ത് വിക്ടർ മേയേഴ്സ് റിയേജന്റ്. അപ്പൊ വിക്ടർ മേയേഴ്സ് റിയേജന്റ് എന്താ, സോഡിയം നൈട്രോപ്രൊസൈഡ് ആൻഡ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആണ് വിക്ടർ മേയേഴ്സ് റിയേജന്റ് എന്ന് പറയുന്നത്. വൺസ് മോർ, സോഡിയം നൈട്രോപ്രൊസൈഡ് ആൻഡ് സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ, അപ്പൊ പ്രൊസീജിയർ അവിടെ കൊടുത്തിട്ടുണ്ട്. ആഡ് വിക്ടർ മേയേഴ്സ് റിയേജന്റ് ടു ആൽക്കഹോൾ സാമ്പിൾ ആൻഡ് ഹീറ്റ്. ഒബ്സർവ് ദ അപ്പിയറൻസ് ഓഫ് ബ്ലൂ ഓർ പർപ്പിൾ കളറേഷൻ. ഇത്രയുമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒബ്സർവേഷൻ എന്താണ്, ഫോർമേഷൻ ഓഫ് എ ബ്ലൂ ഓർ പർപ്പിൾ കളർ കൺഫേംസ് ദ പ്രസൻസ് ഓഫ് പ്രൈമറി ഓർ സെക്കൻഡറി ആൽക്കഹോൾ. അപ്പൊ ബ്ലൂ അല്ലെങ്കിൽ പർപ്പിൾ കളർ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകിൽ പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി ആൽക്കഹോൾസിന്റെ പ്രസൻസ് നമുക്ക് അവിടെ എന്ത് ചെയ്യാം, കൺഫേം ചെയ്യാം, ബ്ലൂ അല്ലെങ്കിൽ പർപ്പിൾ കളറേഷൻ അവിടെ ഉണ്ടെങ്കിൽ. ഇനി അടുത്തത് സിൽവർ നൈട്രേറ്റ് ടെസ്റ്റ് ആണ്. സിൽവർ നൈട്രേറ്റ് ടെസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത് ഇൻവോൾവ്സ് ദ റിയാക്ഷൻ ഓഫ് ആൽക്കഹോൾസ് വിത്ത് സിൽവർ നൈട്രേറ്റ്. അപ്പൊ ഇവിടെ നമ്മൾ റിയാക്ട് ചെയ്യിപ്പിക്കുന്നത് സിൽവർ നൈട്രേറ്റ് അഥവാ AgNO3 ആയിട്ടാണ്. ഇൻ ദ പ്രസൻസ് ഓഫ് ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് HNO3. കോമൺ അയോൺസ് കിട്ടാനായിട്ട് HNO3 എന്ന് പറയുന്ന ആസിഡ് യൂസ് ചെയ്യുന്നു. സോ അസിഡിക് കണ്ടീഷനിലാണ് നടക്കുക. ഫോം എ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഓഫ് സിൽവർ ഹാലൈഡ്. അപ്പൊ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സിൽവർ ഹാലൈഡിന്റെ, അതായത് ക്ലോറൈഡോ ബ്രോമൈഡോ ഒക്കെ ആവാം, ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടുമെന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ആ പ്രൊസീജിയർ ആയിട്ട് വരുന്നത് മിക്സ് ദ ആൽക്കഹോൾ സാമ്പിൾ വിത്ത് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആൻഡ് ആഡ് ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് ആൻഡ് ഒബ്സർവ് ദ ഫോർമേഷൻ ഓഫ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അവിടെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടെങ്കിൽ എന്താ അർത്ഥമാക്കേണ്ടത്, ഫോർമേഷൻ ഓഫ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കൺഫേംസ് ദ പ്രസൻസ് ഓഫ് പ്രൈമറി ഓർ സെക്കൻഡറി ആൽക്കഹോൾ. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കൺഫേം ചെയ്യാം, പ്രൈമറി ആൽക്കഹോൾസിന്റെയോ സെക്കൻഡറി ആൽക്കഹോൾസിന്റെയോ പ്രസൻസ് നമുക്ക് അവിടെ കൺഫേം ചെയ്യാമെന്ന് പറയുന്നു. നെക്സ്റ്റ് ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് ഫോർ ഫിനോൾസ് ആണ്. ഫിനോൾസിന്റെ ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് ആണ്. സോ ഇത് ഇങ്ങനെ നമ്മൾ ടെസ്റ്റ് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും. കാര്യം ഈ ടെസ്റ്റുകളുടെ പ്രത്യേകത, പല കോമ്പൗണ്ട്സിനും പല ടെസ്റ്റുകൾ വരും. അപ്പോൾ ഓവർലാപ്പിംഗ് ആയിട്ട് ഒരേ ടെസ്റ്റ് തന്നെ പല കോമ്പൗണ്ട്സിലും വരും. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, NCERT-യിൽ ഇത് കറക്റ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തിട്ടില്ല. NCERT-ൽ പല ചാപ്റ്ററിൽ നിന്നും ക്ലബ് ചെയ്യിപ്പിച്ചിട്ടാണ് വരുന്നത്, അല്ലാതെ ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇത്തരത്തിലുള്ള യാതൊരു ടെസ്റ്റുകളും കൊടുത്തിട്ടില്ല.
അത് സെക്കൻഡ് ഇയർ NCERT ഓർഗാനിക്കിന്റെ 4 ചാപ്റ്റേഴ്സ് ആണ് പഴയ ഓൾഡ് NCERT ഉള്ളത്. ആ 4 ചാപ്റ്റേഴ്സിൽ നിന്നാണ് ഈ ടെസ്റ്റുകൾ പലയിടത്തു നിന്നായിട്ട് ഗ്രാബ് ചെയ്തെടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം NCERT ഡയറക്റ്റ് ആയിട്ട് നോക്കിയാൽ നമുക്ക് കിട്ടത്തില്ല. റെഫറൻസ് ആയിട്ട് അങ്ങനെ NCERT യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കാനായിട്ട് പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ ഫിനോൾസിന്റെ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫിനോളിക് ഗ്രൂപ്പിന്റെ പ്രസൻസ് കണ്ടുപിടിക്കാനായിട്ടാണ് ഫിനോൾസിന്റെ ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. ആ ഒരു റിവിഷൻ നോട്ടിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് ആ ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്നാണ്. ഒന്നാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് ബ്രോമിൻ വാട്ടർ ടെസ്റ്റ് ആണ്. ബ്രോമിൻ വാട്ടർ എന്ന് പറയുമ്പോൾ ബ്രോമിൻ വാട്ടർ ബ്രോമിൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ, ബ്രോമിനെ വാട്ടറിൽ ഡിസോൾവിച്ചെടുത്താൽ കിട്ടുന്നതിനെയാണ് ബ്രോമിൻ വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബേസ്ഡ് ഓൺ ദ റിയാക്ഷൻ ഓഫ് ഫിനോൾസ് വിത്ത് ബ്രോമിൻ വാട്ടർ ടു ഫോം എ വൈറ്റ് precipitate ഓഫ് 2,4,6 ട്രൈബ്രോമോഫിനോൾ. ഓക്കെ, അപ്പോ ഇവിടെ ഉണ്ടാവുന്ന വൈറ്റ് precipitate എന്ത് കാരണമാണ് ഉണ്ടാവുന്നത്? 2,4,6 ട്രൈബ്രോമോഫിനോൾ. ഫിനോളിന്റെ 2, 4, 6 കാർബൺ പൊസിഷൻസിൽ ആര് കയറിയിരിക്കും? ഈ ഒരു ബ്രോമിൻ കയറിയിരിക്കും. ഓക്കെ, അതായത് ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻസിൽ ആര് കയറിയിരിക്കും? ബ്രോമിൻ കയറിയിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന കോമ്പൗണ്ട് ആണ് 2,4,6 ട്രൈബ്രോമോഫിനോൾ എന്ന് പറയുന്നത്. ആ ഒരു കോമ്പൗണ്ട് ആണ് ആ ഒരു വൈറ്റ് precipitate ഉണ്ടാവാനായിട്ട് കാര്യം. ഓക്കെ, അപ്പൊ പ്രൊസീജിയർ സിമ്പിൾ ആണ്. ഫ്യൂ ഡ്രോപ്സ് ഓഫ് ബ്രോമിൻ വാട്ടർ എടുത്തിട്ട് അതിനൊരു ഫിനോൾ സാമ്പിളോട് ആഡ് ചെയ്ത് ഷെയ്ക്ക് ചെയ്താൽ മതി. എന്താണ് ഒബ്സർവേഷൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റിയ വൈറ്റ് precipitate ആണ്. അത് ഓൾറെഡി അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ വൈറ്റ് precipitate കാര്യം എന്താണ്? ഓക്കെ, ആ വൈറ്റ് precipitate ഫോർമേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഒരു ഫിനോളിക് ഗ്രൂപ്പ് അവിടെ ഉണ്ടെന്നാണ്. ഓക്കെ, അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് പറയുന്നത് ഫിനോൾസ് അണ്ടർഗോ ഇലക്ട്രോഫിലിക് ആരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ വിത്ത് ബ്രോമിൻ ലീഡിംഗ് ടു ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് hydrogen atom on the benzene ring with bromine atoms resulting in the formation of 2,4,6 tribromophenol. അപ്പൊ ഇവിടെ ഇത് മാത്രം ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഇലക്ട്രോഫിലിക് ആരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇലക്ട്രോഫിലിക് എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇലക്ട്രോൺ ലവിങ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിനെയാണ് ഇലക്ട്രോഫിലിക് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ആ ഇലക്ട്രോഫിലിക് ആരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. അതായത് ഈ ഒരു ആരോമാറ്റിക് റിംഗിലേക്ക് ഇലക്ട്രോഫിലിക് ഗ്രൂപ്പുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നു. അപ്പൊ ഈ ഒരു റിയാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഫിനോള് ഇലക്ട്രോഫിലിക് ആരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇവിടെ വിധേയമാകുന്നത്. അങ്ങനെയാണ് 2,4,6 ട്രൈബ്രോമോഫിനോൾ. ആ ഒരു വാക്ക് മാത്രം അവിടെ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. നെക്സ്റ്റ് ഫെറിക് ക്ലോറൈഡ് ആണ്. വാക്ക് മാത്രം പഠിക്കാൻ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഒരു റിയാക്ഷൻ മെക്കാനിസംസും നമുക്ക് പഠിക്കാനായിട്ടില്ല, സിലബസിൽ കൊടുത്തിട്ടില്ല റിയാക്ഷൻ മെക്കാനിസം ഒന്നും. അപ്പോൾ എന്താണ് അതിന്റെ പേരെന്ന് മാത്രം അറിഞ്ഞിരുന്നാലും മതി. നെക്സ്റ്റ് ജസ്റ്റ് എ സെക്കൻഡ്. സോറി, നെക്സ്റ്റ് വരുന്നത് ഫെറിക് ക്ലോറൈഡ് ടെസ്റ്റ് ആണ്. അപ്പൊ ഫെറിക് ക്ലോറൈഡ് ടെസ്റ്റ് പറയുന്നത് ഇൻവോൾവ്സ് ദ റിയാക്ഷൻ ഓഫ് ഫിനോൾസ് വിത്ത് ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ ടു ഫോം കളേർഡ് കോംപ്ലക്സസ്. അപ്പൊ ഇവിടെ എന്തുമായിട്ട്? ഫിനോൾസുമായിട്ട് ഫെറിക് ക്ലോറൈഡ് FeCl3 റിയാക്ട് ചെയ്തിട്ട് നമുക്ക് കളേർഡ് കോമ്പൗണ്ട്സ് തരും. അയൺ എന്ന് പറയുന്നത് ഡി ബ്ലോക്കിലുള്ള ഒരു എലമെന്റ് ആണ്. അപ്പൊ ഡി ബ്ലോക്ക് നമ്മൾ അവിടെ പറഞ്ഞപ്പോൾ, ഇതിനു മുമ്പ് ഡി ബ്ലോക്കിന്റെ ആപ്ലിക്കേഷൻ ഒക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഡി ബ്ലോക്കിലുള്ള എലമെന്റ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവര് കളേർഡ് കോമ്പൗണ്ട്സ് തരുന്നവരാണ്. കളർഫുൾ ആയിട്ടുള്ള ഡി ബ്ലോക്ക് എലമെന്റ്സ് മിക്കതും കളേർഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് കോപ്പർ സൾഫേറ്റ്, അതിന്റെ ബ്ലൂ കളർ. ഓക്കെ, അപ്പോൾ ആ ഒരു കളേർഡ് ആയിട്ടുള്ള കോംപ്ലക്സ് ഇവിടെ ഫോം ചെയ്യും. അപ്പോൾ നമുക്കൊരു കളറേഷൻ അവിടെ കാണാനായിട്ട് പറ്റും ഫെറിക് ക്ലോറൈഡ് ആഡ് ചെയ്യുമ്പോൾ. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ആഡ് എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ ടു ഫിനോൾ സാമ്പിൾ. അപ്പൊ അവിടെ ഒബ്സർവേഷൻ ആയിട്ട് വരുന്നത് ഫോർമേഷൻ ഓഫ് കളേർഡ് കോംപ്ലക്സ്. ടിപ്പിക്കലി എ വയലറ്റ് ഓർ പർപ്പിൾ കളർ കൺഫേംസ് ദ പ്രസൻസ് ഓഫ് ഫിനോളിക് ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ കളേർഡ് കോംപ്ലക്സ് അവിടെ കിട്ടുന്നുണ്ടെങ്കിൽ, അതായത് ആ ഒരു സൊല്യൂഷന്റെ കളർ മാറിയിട്ട് വയലറ്റോ പർപ്പിളോ കളറോ ആവുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് പറയാം? ഫിനോളിക് ഗ്രൂപ്പിന്റെ പ്രസൻസ് നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് പറയുന്നത് ഫിനോൾസ് ഫോം കോംപ്ലക്സസ് വിത്ത് ഫെറിക് അയോൺസ് resulting in the appearance of color due to the formation of coordination complex between phenolic group and ferric ion. ഓക്കെ, അപ്പൊ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഫിനോളിക് ഗ്രൂപ്പും ആ ഒരു ഫെറിക് അയോൺ, അതായത് ഫെറിക് അയോൺ എന്ന് പറയുമ്പോൾ Fe3+ ആണ്. 2 ടൈപ്പ് ഓഫ് അയോൺസ് ഉണ്ട് കേട്ടോ. അയണിന് 2 ടൈപ്പ് ഓഫ് അയോൺസ് ഉണ്ട്. കാരണം ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഒരു പ്രത്യേകതയാണ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് അതിന് കാറ്റലിസ്റ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നത്. അപ്പോൾ അയണിന് 2 ടൈപ്പ് ഓഫ് അയൺ ഉണ്ട്. ഒന്ന് ഫെറിക് അയോണും മറ്റൊന്ന് ഫെറസ് അയോണും. അതിൽ ഫെറിക് അയോൺ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കാരണം അതിന്റെ വാലൻസി അല്ലെങ്കിൽ അതിന്റെ ചാർജ് എന്ന് പറയുന്നത് 3+ ആണ്. അപ്പൊ ഈ ഫെറിക് അയോണും ആ ഒരു
ഫിനോളിക് ഗ്രൂപ്പും തമ്മിൽ ചേർന്നിട്ട് അവിടെ ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. ഫെറിക് അയോൺ അതിലുള്ളത് കൊണ്ട് തന്നെ ആ കോംപ്ലക്സ് കളേർഡ് ആയിട്ട് മാറുന്നു. ആ ഒരു വിസിബിൾ ചേഞ്ച് നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ബെയേഴ്സ് ടെസ്റ്റ് ആണ്. ബെയേഴ്സ് ടെസ്റ്റ് എന്ന് പറയുന്നത് based on the reaction of phenols with alkaline solution of copper sulfate to form blue colored complex. Okay, അപ്പൊ ഫിനോൾസ് കോപ്പർ സൾഫേറ്റിന്റെ ആൽക്കലൈൻ സൊല്യൂഷൻ. അപ്പൊ ഈ ഒരു റിയാക്ഷൻ നടക്കുന്നത് ബേസിക് മീഡിയത്തിലാണ്. അപ്പോൾ ആൽക്കലൈൻ സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റില് ഇത് നടക്കുമ്പോഴത്തേക്ക് ബ്ലൂ കളറുള്ള കോംപ്ലക്സ് തരുമെന്നാണ് പറയുന്നത്. പ്രൊസീജിയർ സെയിം തന്നെയാണ്. ആഡ് ആൽക്കലൈൻ സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ് ടു ദ ഫിനോൾ സാമ്പിൾ. അപ്പോൾ നമുക്ക് ഒബ്സർവേഷൻ ആയിട്ട് കാണാൻ പറ്റുക formation of blue colored complex indicates the presence of phenolic group. Phenolic ഗ്രൂപ്പിന്റെ പ്രസൻസ് ആണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് പറയുന്നത് phenols react with alkaline solution of copper sulfate to form blue colored complex due to the formation of copper phenoxide complex. അപ്പോൾ അവിടെ രൂപപ്പെടുന്നത് കോപ്പർ ഫിനോക്സൈഡ് കോംപ്ലക്സ് ആണ്. കോപ്പർ ഫിനോക്സൈഡ് കോംപ്ലക്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് ഫോർ ആൽഡിഹൈഡ്സ് ആണ്. ഈ ഒരു ഭാഗം ഇൻട്രൊഡക്ഷൻ പോലെ തന്നിരിക്കുന്ന ഈ ഒരു ഭാഗം വായിക്കുന്നില്ല. ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് ഫോർ ആൽഡിഹൈഡ്സ് എന്ന് പറയുമ്പോൾ ആൽഡിഹൈഡ് ഗ്രൂപ്പിനെ തിരിച്ചറിയാനുള്ള ടെസ്റ്റുകളെയാണ് ഇങ്ങനെ നമ്മൾ പറയുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ള ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് ടോളറൻസ് ടെസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ടോളറൻസ് ടെസ്റ്റ് എന്താണെന്ന് നോക്കാം. അതിനെ സിൽവർ മിറർ ടെസ്റ്റ് എന്നും പറയും കേട്ടോ. പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദ ഓക്സിഡേഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ടു കാർബോക്സിലിക് ആസിഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ടോളറൻസ് റിയേജന്റ് which is a solution of silver nitrate. അപ്പൊ ടോളറൻസ് റിയേജന്റ് എന്ന് പറയുന്നത് സിൽവർ നൈട്രേറ്റ് അക്വസ് അമോണിയം ചേർന്നിട്ടുള്ള, അതായത് അക്വസ് അമോണിയ എന്ന് പറയുമ്പോൾ NH4OH ആണ് അക്വസ് അമോണിയ എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഒരു മിക്സ്ചറിനെയാണ് ടോളറൻസ് റിയേജന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ടോളറൻസ് റിയേജന്റിന്റെ പ്രസൻസിൽ ആൽഡിഹൈഡ്സിന് ഓക്സിഡേഷൻ സംഭവിക്കും. ആൽഡിഹൈഡ്സിലോട്ട് CHO, അതാണ് ആൽഡിഹൈഡ്. അതിലൊരു ഓക്സിജനും കൂടെ ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? അത് COOH അഥവാ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും. അപ്പോൾ ആൽഡിഹൈഡ്സിനെ ഓക്സിഡേഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആരെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ സിംപ്ലി ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട് ഓക്സിഡേഷന്. വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ പറയാം? നമുക്ക് ഓക്സിജന്റെ അഡീഷൻ ആണ് ഓക്സിഡേഷൻ, അല്ലെങ്കിൽ ഹൈഡ്രജന്റെ റിമൂവൽ ആണ് ഓക്സിഡേഷൻ, അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ കൂടുന്നതാണ് ഓക്സിഡേഷൻ. ഇങ്ങനെ ധാരാളം എന്ത് പറയാം ഡെഫിനിഷൻസ് പറയാം. അപ്പോൾ CHO അല്ലെങ്കിൽ COH എന്ന് നമുക്ക് സിംപ്ലി പറയാം. COH എന്ന് പറയുന്ന ആൽഡിഹൈഡ്, അതിലേക്ക് ഒരു ഓക്സിജനും കൂടെ ആഡ് ആകുമ്പോൾ COOH അഥവാ കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ നടക്കുന്നത്, ഓക്സിഡേഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് ടോളറൻസ് റിയേജന്റ്. നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ചെറിയൊരു പാർട്ട് ഇവിടെ നിന്ന് മിസ്സായി പോയതാണ്. സോ ഇങ്ങനെ ഈ ഒരു ടെസ്റ്റ് നടത്തുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഈ ഓക്സിഡേഷൻ നടന്നിട്ട് എന്താവും? ഇത് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറും. കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറുമ്പോൾ ഈ ഒരു സിൽവർ എന്ത് ചെയ്യുന്നു? മെറ്റാലിക് സിൽവർ ആയിട്ട് ആ ഒരു ടെസ്റ്റ് ട്യൂബിന്റെ സർഫസിൽ ഇതാ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. മെറ്റാലിക് സിൽവർ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ മെറ്റാലിക് സിൽവർ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ റിഫ്ലക്ഷൻ തന്നെ ഈ ഒരു ഡെപ്പോസിറ്റ് ചെയ്യുന്ന മെറ്റാലിക് സിൽവറിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇതിനെയാണ് എന്ത് പറയുന്നത്? ഓക്സിഡേഷൻ. ഇതാണ് ആ ഒരു ഭാഗത്ത് നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത്. മെറ്റാലിക് സിൽവർ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരു സിൽവർ മിറർ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സിൽവർ മിറർ. അതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്? സിൽവർ മിറർ ടെസ്റ്റ് എന്നും നമ്മൾ ഇതിനെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ടോളറൻസ് ടെസ്റ്റില് പ്രധാനമായിട്ട് പറയാനായിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് കുറച്ച് പാർട്ട് നമുക്ക് ഇവിടെ ഞാനത് ആഡ് ചെയ്തപ്പോഴത്തേക്ക് മിസ്സായി പോയി. നമുക്കത് ജസ്റ്റ് ഒന്ന് പറയാം. നെക്സ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഫെലിങ്സ് ടെസ്റ്റ് ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് പറയാം. ഓക്കെ, ഫെലിങ്സ് ടെസ്റ്റ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് based on the oxidation of aldehydes to carboxylic acid in the presence of Fehling solution. അപ്പോൾ Fehling solution എന്ന് പറയുന്നത് a mixture of Fehling's A അഥവാ കോപ്പർ സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റിനാണ് Fehling's A സൊല്യൂഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന നോട്ടിൽ ഇതുണ്ടാവും. Fehling's A ആൻഡ് Fehling's B. Fehling's B എന്ന് പറയുന്നത് പൊട്ടാസ്യം ടാർട്രേറ്റ് ഇൻ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. പൊട്ടാസ്യം ടാർട്രേറ്റ് ഇൻ സോഡിയം ഹൈഡ്രോക്സൈഡ്.
ഓക്കെ, അപ്പൊ ഈ രണ്ട് അതായത് ഫെലിങ്സ് എ ഫെലിങ്സ് ബി സൊല്യൂഷന്റെ മിക്സ്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫെലിങ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ എന്താണ് ഫെലിങ് സൊല്യൂഷൻ ടെസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത്, ഈക്വൽ വോളിയം ഓഫ് ഫെലിങ്സ് എ ആൻഡ് ഫെലിങ്സ് ബി സൊല്യൂഷൻ എടുക്കുക, എന്നിട്ട് അതിലേക്ക് ഈ ആൽഡിഹൈഡ് സാമ്പിൾ ആഡ് ചെയ്യുക. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ബ്രിക്ക് റെഡ് പ്രസിപ്പിറ്റേറ്റ് ആണ്, ബ്രിക്ക് റെഡ്. ഓക്കെ, നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്ന ബ്രിക്ക് റെഡ് പ്രസിപ്പിറ്റേറ്റ് ആണ്. ആ ബ്രിക്ക് റെഡ് ആരുടേതാണ്, കോപ്പർ 1 ഓക്സൈഡിന്റെ ബ്രിക്ക് റെഡ് ആണ് കിട്ടുന്നത്. ഇറ്റ് കൺഫേംസ് ദ പ്രസൻസ് ഓഫ് ആൽഡിഹൈഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൽഡിഹൈഡിന്റെ പ്രസൻസ് കൺഫേം ചെയ്യാം എന്നാണ് പറയുന്നത്. ഇവിടെ നടക്കുന്നത് ഓക്സിഡേഷൻ തന്നെയാണ്. അത് എക്സ്പ്ലനേഷൻ ആയിട്ട് ഞാൻ ആ നോട്ടിന്റെ താഴെ, റിവിഷൻ നോട്ടിന്റെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആൽഡിഹൈഡ്സിൽ പ്രധാനമായിട്ടുള്ള 2 സ്റ്റെപ്പാണ്. ഒന്ന് ഫെലിങ്സ് ടെസ്റ്റ് ആണ്, ഒന്ന് ഫെലിങ്സ് ടെസ്റ്റും, മറ്റൊന്ന് നമ്മൾ കണ്ട ടോളറൻസ് റിയേജന്റ് അല്ലെങ്കിൽ സിൽവർ മിറർ ടെസ്റ്റും. ഇനി അത് അടുത്തത് ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് ഫോർ കീറ്റോൺസ് ആണ്. കീറ്റോൺസിന്റെ ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് വരുന്നത് 2,4-ഡൈനൈട്രോഫിനൈൽ ഹൈഡ്രസീൻ, DNPH. ഈ DNPH എന്ന് എവിടെ കണ്ടാലും ചിലപ്പോൾ 2ഉം 4ഉം തന്നിരിക്കില്ല, വെറും DNPH എന്നേ തന്നിരിക്കുള്ളൂ. അതിനെ നമ്മൾ ഡൈനൈട്രോഫിനൈൽ ഹൈഡ്രസീൻ എന്ന് പറയാം, ഡൈനൈട്രോഫിനൈൽ ഹൈഡ്രസീൻ ടെസ്റ്റ്. അപ്പൊ ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് യെല്ലോ ഓർ ഓറഞ്ച് പ്രസിപ്പിറ്റേറ്റ് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് കീറ്റോൺസ്. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്നത് യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച് പ്രസിപ്പിറ്റേറ്റ് ആണ്. ഓക്കെ, യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച് പ്രസിപ്പിറ്റേറ്റ് ആണ്. ഈ പ്രസിപ്പിറ്റേറ്റിന് കാരണമാവുന്ന കോമ്പൗണ്ടിന്റെ പേര് പഠിക്കണം. അത് 2,4-ഡൈനൈട്രോഫിനൈൽ ഹൈഡ്രസോൺ. അതാണ് ആ ഒരു ഇതിന് കാരണമാവുന്ന കോമ്പൗണ്ടിന്റെ പേര്. 2,4-ഡൈനൈട്രോഫിനൈൽ ഹൈഡ്രസൺ ആണ് അതിന് കാരണം. ഓക്കെ, നെക്സ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഐഡോഫോം ടെസ്റ്റ് ആണ്. അപ്പൊ ഐഡോഫോം ടെസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞതാണ്. ഏതാണ്, നമ്മൾ ആൽക്കഹോൾസിന്റെ കേസിൽ ഐഡോഫോം ടെസ്റ്റ് പറഞ്ഞ കേസിൽ നമ്മൾ എന്ത് പറഞ്ഞു, കീറ്റോൺസിന്റെ ഇതിൽ മീഥൈൽ കീറ്റോൺസും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ എന്ത് ഉപയോഗിക്കാം, ഐഡോഫോം ടെസ്റ്റ് ഉപയോഗിക്കാന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ടാണ് ഈ ഒരു ഐഡോഫോം ടെസ്റ്റ് ഇവിടെ വീണ്ടും റെപ്പറ്റേറ്റീവ് ആയിട്ട് വരുന്നത്. അപ്പോ കീറ്റോൺസിൽ ഒന്നാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് 2,4-ഡൈനൈട്രോഫിനൈൽ ഹൈഡ്രസോൺ ടെസ്റ്റ് ആണ്, DNPH ടെസ്റ്റ്. അതിനുശേഷം വരുന്ന ഐഡോഫോം ടെസ്റ്റ്. അപ്പൊ ഐഡോഫോം ടെസ്റ്റ് നമുക്കറിയാലോ, പ്രൊസീജിയർ എല്ലാം സെയിം ആണ്. യെല്ലോ കളറാണ് ഐഡോഫോം ടെസ്റ്റ്, നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ യെല്ലോ കളറാണ് ഇവിടെയും ഫോം ചെയ്യുന്നത്. ദിസ് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് കൺഫേംസ് ദ മീഥൈൽ കീറ്റോൺ. അപ്പൊ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് എന്ത്, മീഥൈൽ കീറ്റോണിന്റെ പ്രസൻസ് കൺഫേം ചെയ്യും. അപ്പൊ ഐഡോഫോം ടെസ്റ്റ് നടത്തുമ്പോൾ നമുക്ക് അതൊന്ന് മനസ്സിലാക്കണം. ഐഡോഫോം ടെസ്റ്റ് നടത്തുന്ന സമയത്ത് നമുക്ക് യെല്ലോ കളർ കിട്ടുന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ ഇൻഫറൻസ് എന്ന് പറയുന്നത്, ഒന്നെങ്കിൽ അവിടെ ഒരു മീഥൈൽ കീറ്റോൺ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു സെക്കൻഡറി ആൽക്കഹോൾ ഉണ്ട്. ആ സെക്കൻഡറി ആൽക്കഹോളിന് അഡ്ജസന്റ് ആയിട്ട് ഒരു മീഥൈൽ ഗ്രൂപ്പും ഉണ്ട്. ഇത്രയാണ് മനസ്സിലാക്കേണ്ടത് ഐഡോഫോം ടെസ്റ്റ്. ഓക്കെ, അപ്പൊ പ്രധാനമായിട്ടുള്ള ടെസ്റ്റുകൾ ഇത്രയുമാണ്. ഇനി നമുക്ക് അടുത്തത് 2 കോമ്പൗണ്ടുകളെ പറ്റി പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ ആണ്. ഒരുപാടൊന്നുമില്ല, നമുക്ക് ഓടിച്ചൊന്ന് പറയാവുന്നതേ ഉള്ളൂ. അതിന്റെ കെമിക്കൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഐസോപ്രൊപ്പൈൽ ആൽക്കഹോളിന്റെ കെമിക്കൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, ഇതാണ് CH3. ഇവിടെ ഉണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട് CH3 CHOH CH3, പിന്നെ ഇവിടെ ഒരു CH ഉണ്ട്, പിന്നെ വീണ്ടും ഒരു CH3 ഉണ്ട്. ഈ CHൽ ഒരു OH കൂടെ വരുന്നു. ഇതാണ് എന്ത്, അതിന്റെ ഫോർമുല അല്ലെങ്കിൽ അതിന്റെ കെമിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് പെട്ടെന്ന് വായിച്ചു പോവാം. ക്ലിയർ ആണ്, കളർലെസ് ആണ്, അതുപോലെ റബ്ബിംഗ് ആൽക്കഹോൾ ആയിട്ട് യൂസ് ചെയ്യും. അതിന് ഈ നമ്മൾ സാനിറ്റൈസ് ചെയ്യാനൊക്കെ സാനിറ്റൈസേഴ്സിലൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഏകദേശം അപ്രോക്സിമേറ്റ്ലി അത് 82.6 ഡിഗ്രി സെൽഷ്യസ് ആണ്. മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് -89 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ മിസിബിൾ വിത്ത് വാട്ടർ ആൻഡ് മെനി ഓർഗാനിക് സോൾവെന്റ്സ്. ഇത് വാട്ടറുമായിട്ട് മിസിബിൾ ആണ്. അപ്പൊ മിസിബിൾ എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് കൂടിക്കലരുന്നത്. വാട്ടറിൽ ഇത് എന്ത് ചെയ്യും, ഏത് പ്രപ്പോർഷനിൽ എടുത്താലും ഇത് വാട്ടറുമായിട്ട് കൂടിക്കലരും, മിക്സ് ആവും. ഓക്കെ, അതിന്റെ പ്രൊഡക്ഷൻ പറയുന്നുണ്ട്. പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഹൈഡ്രേഷൻ ഓഫ് പ്രൊപ്പൈലീൻ അല്ലെങ്കിൽ ഹൈഡ്രജനേഷൻ ഓഫ് അസറ്റോൺ. 2 രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. ഒന്നെങ്കിൽ അതിനെ പ്രൊപ്പൈലീൻ എന്ത് ചെയ്യുക, ഹൈഡ്രേഷൻ നടത്തുന്നത് വഴി, അല്ലെങ്കിൽ അസറ്റോൺ എന്ത് ചെയ്യുന്നത് വഴി, ഹൈഡ്രജനേഷൻ നടത്തുന്ന വഴി നമുക്കിത് പ്രിപ്പയർ ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അതിന്റെ യൂസസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട യൂസ് എന്ന് പറയുന്നത് ആന്റിസെപ്റ്റിക്കും ഡിസിൻഫെക്റ്റന്റും ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡിസിൻഫെക്റ്റന്റ് സ്കിൻ സർഫസ് യൂസ്ഡ് ഹാൻഡ്, അപ്പോൾ അതാണ് ഹാൻഡ് സാനിറ്റൈസർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ സോൾവെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു ഓർഗാനിക് സോൾവെന്റ് ആയിട്ട്. റബ്ബിംഗ് ആൽക്കഹോൾ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് സർജിക്കൽ പർപ്പസിന് വൂണ്ട് ക്ലീൻ ചെയ്യുന്നതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് വളരെ ഹൈലി വോളറ്റൈൽ ആണ്. കാരണം റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഒരു നനവും അവശേഷിക്കുന്നില്ല, പെട്ടെന്ന് വേപ്പറൈസ് ചെയ്ത് പോകും. ആ ഒരു സർഫസിന് എന്ത് ചെയ്യാനും പറ്റും, നമുക്ക് ഡിസിൻഫെക്റ്റന്റ് ചെയ്യാനായിട്ടും പറ്റും, അവിടുത്തെ ജേംസിനെ എല്ലാം റിമൂവ് ചെയ്യാനായിട്ട് പറ്റും.
അതുപോലെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിൽ യൂസ്ഡ് ഇൻ ഫാർമസ്യൂട്ടിക്കൽസ്, കോസ്മെറ്റിക്സ്, പേഴ്സണൽ കെയർ ആൻഡ് ഇലക്ട്രോണിക് ഇൻഡസ്ട്രീസ്. അപ്പൊ ഇത്രയിലും അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി അടുത്തത് സേഫ്റ്റി പ്രിക്കോഷൻ ആണ്. ഫ്ലെയിമബിൾ ആണ്, അതുപോലെ ഇൻഹലേഷൻ വരുമ്പോഴത്തേക്ക് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇൻജക്ഷൻ ക്യാൻ കോസ് പോയിസണിങ് ലീഡിങ് ടു സിംറ്റംസ് ലൈക്ക് നോസിയ ആൻഡ് ഡിസീസസ്. ഓക്കെ, ഇനി അഥവാ നമ്മൾ ഇത് കഴിച്ചു പോവുകയാണെങ്കിൽ, ആൽക്കഹോൾ ആണ് കഴിച്ചു പോകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അത് പോയിസണിങ് ആണ്. അത് ചില സിംറ്റംസ് ലൈക്ക് നോസിയ, ഡിസിനസ്, തളർച്ച, നോസിയ മീൻസ് ഇങ്ങനെ ഓർഗാനിക് ഇല്ലേ, അങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ കാണിക്കുമെന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ഇത്രയാണ് റബ്ബിംഗ് ആൽക്കഹോളിലുള്ളത്. നെക്സ്റ്റ് വന്നിട്ട് ഗ്ലിസറോൾ ആണ്. ഗ്ലിസറോൾ എന്ന് പറയുമ്പോഴത്തേക്ക് C3H8O3 ആണ്. ഓക്കെ, C3H8O3 ആണ് ഗ്ലിസറോളിന്റെ ഇതെന്ന് പറയുന്നത്, സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഫോർമുല എന്ന് പറയുന്നത്. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ട്രൈ ഹൈഡ്രിക് ആൽക്കഹോൾ വിത്ത് 3 ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, 3 ഹൈഡ്രോ CC 3 കാർബൺ ഉണ്ട്. ആ 3 കാർബണിൽ ഓരോ OH ഉണ്ട്. ഓക്കെ, ഇനി ബാക്കി എത്ര വാലൻസി ഉണ്ട് ഓരോ കാർബണും? ഈ കാർബണ് 2 വാലൻസി, ഈ കാർബണിന് 2 വാലൻസി, ഇതിനൊരു വാലൻസി. അപ്പോൾ ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ 8 ഹൈഡ്രജനും 3 കാർബണും 3 ഓക്സിജനുമായി. ഇനി അത് കളർലെസ് ആണ്, ഓർഡർലെസ് ആണ്. മാത്രമല്ല ഇതിന്റെ മറ്റൊരു പ്രത്യേകത, ഇത് വിസ്കസ് ആണ്. ഇതൊരു ഓയില് പോലെ എന്താണ്, വിസ്കസ് ആണ്, പെട്ടെന്ന് ഒഴുകി പോകുന്ന സബ്സ്റ്റൻസോ അങ്ങനെയുള്ള ഒരു സാധനമല്ല. അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്, ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഹൈഗ്രോസ്കോപ്പിക് ആണ്. ഹൈഗ്രോസ്കോപ്പിക് എന്ന് പറയുമ്പോൾ വാട്ടർ അബ്സോർബിംഗ് കപ്പാസിറ്റി അതിന് കൂടുതലാണ്. വാട്ടർ കണ്ടന്റിനെ, മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്ത് വെക്കും. ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 290 ഡിഗ്രി സെൽഷ്യസ് ആണ്, കൂടുതലാണ്. മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 18 ഡിഗ്രി സെൽഷ്യസ് ആണ്. വിസിബിൾ വിത്ത് വാട്ടർ, വെള്ളത്തിൽ കലങ്ങും. സോലബിൾ ഇൻ ആൽക്കഹോൾസ് ആൻഡ് അസറ്റോൺ, ആൽക്കഹോളിലും അസറ്റോണിലും എല്ലാം ഇത് സോലബിളും ആണ് എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ പ്രൊഡക്ഷനിൽ ഹൈഡ്രോളിസിസ് ഓഫ് ഫാറ്റ്സ് ആൻഡ് ഓയിൽസ്, ഫെർമെന്റേഷൻ ഓഫ് ഷുഗേഴ്സ്, സിന്തസിസ് ഫ്രം പ്രൊപ്പൈലിൻ. അപ്പോൾ ഈ മെത്തേഡ്സിലൂടെയൊക്കെ പ്രിപ്പയർ ചെയ്യാം. ഫാറ്റ്സും ഓയിൽസും ഹൈഡ്രോളിസ് ചെയ്യുന്നത് വഴി ഈ ഫാറ്റി ആസിഡ്സും ഗ്ലിസറോളും ആണ് ഫാറ്റിനെ അബ്സോർബ് ഡൈജസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഫാറ്റിനെ ഏറ്റവും അബ്സോർബിൾ ആയിട്ടുള്ള ഫോമിൽ കിട്ടുന്നത് ഫാറ്റി ആസിഡ്സും ഗ്ലിസറോളും ആണ്. അത് കുറച്ചുകൂടി സിംപ്ലർ ആണ്. അപ്പോൾ ഫാറ്റിനെ ഹൈഡ്രോളൈസ് ചെയ്താൽ എന്ത് കിട്ടും? ഗ്ലിസറോൾ കിട്ടും. അതുപോലെ ഫെർമെന്റേഷൻ ഓഫ് ഷുഗേഴ്സ്, സിന്തസിസ് ഫ്രം പ്രൊപ്പൈലിൻ എല്ലാം. അതുപോലെ ഹൈഡ്രോളിസിസ് ഇൻവോൾവ്സ് റിയാക്ടിങ് ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് വിത്ത് വാട്ടർ അണ്ടർ ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഉയർന്ന താപനിലയിലും പ്രഷറിലും എന്ത് ചെയ്യുന്നു? വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചിട്ടാണ് ആ ഒരു ഹൈഡ്രോളിസിസ് നടത്തുന്നതെന്ന് പറയുന്നു. അതിനുശേഷം പറയുന്ന യൂസസ് ആണ്. പ്രധാനപ്പെട്ട യൂസ് എന്ന് പറയുന്നത് ഫുഡ് ആൻഡ് ബിവറേജസ് ഇൻഡസ്ട്രിയിലാണ്. അവിടെ സ്വീറ്റ്നർ ആയിട്ട്, ഹ്യൂമെക്റ്റന്റ് ആയിട്ട്, സോൾവെന്റ് ഇൻ പ്രോഡക്ട്സ് ലൈക്ക് ബേക്ഡ് ഗുഡ്സ്, ഡയറി പ്രൊഡക്ട്സ്, ബിവറേജസ് എല്ലാം ഉപയോഗിക്കുന്നു. ഫാർമസ്യൂട്ടിക്കൽസിൽ യൂസ് ചെയ്യുന്നുണ്ട്, കോസ്മെറ്റിക്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് പറയുന്നത് യൂസ് ഇൻ എക്സ്പ്ലോസീവ്സ്, ലൂബ്രിക്കൻസ്, ആന്റിഫ്രീസ്, ആന്റിഫ്രീസ്, അതുപോലെ പ്ലാസ്റ്റിക്, ഫീഡ് സ്റ്റോക്ക് ഓർ കെമിക്കൽ ലൈക്ക് പ്രൊപ്പൈലിൻ ഗ്ലൈക്കോൾ, ഇങ്ങനെയുള്ള പ്രൊപ്പൈലിൻ ഗ്ലൈക്കോൾ പോലുള്ള ഇതായിട്ട് ഫീഡ് സ്റ്റോക്ക് ആയിട്ട് എല്ലാം ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതാണ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. സോ അത്രയും ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു കോമ്പൗണ്ട് ആണ് എന്ത്? ഈ ഗ്ലിസറോൾ അല്ലെങ്കിൽ ഗ്ലിസറിൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, അപ്പൊ ഇതാണ് പ്രധാനമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. കുറച്ച് ടെസ്റ്റുകളും പിന്നെ പ്രധാനമായിട്ടുള്ള 2 കോമ്പൗണ്ട്സ്. ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കാണുന്നത്. Which of the following methods would be most effective in confirming the presence of secondary alcohol in a complex organic molecule without directly identifying the hydroxyl group? അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസിൽ പറയുന്നത് ലൂക്കാസ് ടെസ്റ്റ് ഫോളോഡ് ബൈ ടോളൻസ് ടെസ്റ്റ്, ഫെലിംഗ് ടെസ്റ്റ് ഫോളോഡ് ബൈ ലൂക്കാസ് ടെസ്റ്റ്, ഐഡോഫോം ടെസ്റ്റ് ഫോളോഡ് ബൈ വിക്ടർ മേയർ ടെസ്റ്റ്, സിൽവർ നൈട്രേറ്റ് ടെസ്റ്റ് ഫോളോഡ് ബൈ ബ്രോമിൻ വാട്ടർ ടെസ്റ്റ്. ഇത്രയുമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് നോക്കാം? ആൽക്കഹോൾ ആണ്, സെക്കൻഡറി ആൽക്കഹോൾ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ലൂക്കാസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രൈമറി ആൻഡ് സെക്കൻഡറി ആൽക്കഹോൾ എന്ത് കാണിക്കില്ല? ഒരു റെസ്പോൺസും കാണിക്കില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ. നേരത്തെ മീൻസ് കുറച്ച് മുമ്പ് ഈ ഒരു റിവൈസ് ഈ ഒരു ടോപ്പിക് തുടങ്ങിയ സമയത്ത് ആദ്യം പഠിച്ച ടെസ്റ്റ് ലൂക്കാസ് ടെസ്റ്റ് ആണ്. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞു പ്രൈമറി ആൻഡ് സെക്കൻഡറി ആൽക്കഹോൾ ആ ഒരു ടെർബിഡിറ്റി തരില്ല, ടെർഷറി മാത്രമാണ് ഇമ്മീഡിയറ്റ് ടെർബിഡിറ്റി കാണിക്കുന്നത്. സോ ഈ ഓപ്ഷൻ നമുക്ക് സുഖമായിട്ട് എക്സ്ക്ലൂഡ് ചെയ്യാം. അടുത്ത ഫെലിംഗ് ടെസ്റ്റ് ഫോളോഡ് ബൈ ലൂക്കാസ് ടെസ്റ്റ്. ഫെലിംഗ് ടെസ്റ്റ് നമുക്ക് ഇതിന്റെ ഇതായിട്ടല്ല പഠിച്ചത്, അതുകൊണ്ട് എന്താണ് ഫെലിംഗ് ടെസ്റ്റ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. നെക്സ്റ്റ് ഐഡോഫോം ടെസ്റ്റ് ഫോളോഡ് ബൈ വിക്ടർ മേയർ ടെസ്റ്റ്. അപ്പൊ ഐഡോഫോം ടെസ്റ്റ് എന്ന് പറയുന്നത് അത് സെക്കൻഡറി ആൽക്കഹോൾസിനുള്ള ടെസ്റ്റ് ആണ്. ലൈക്ക് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് കിട്ടും.
അതുപോലെ വിക്ടർ മേയേഴ്സ് ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ബ്ലൂ അല്ലെങ്കിൽ പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി ആൽക്കഹോൾസ് ആണെങ്കിൽ എന്ത് തരും, അത് ബ്ലൂ അല്ലെങ്കിൽ പർപ്പിൾ കളറേഷൻ തരുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഓപ്ഷനായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, അയഡോഫോം ടെസ്റ്റ് ഫോളോഡ് ബൈ വിക്ടർ മേയർ ടെസ്റ്റ്. അത് തിരിച്ചാണെങ്കിലും കുഴപ്പമില്ല. ബാക്കി അടുത്തത് വരുന്നത് സിൽവർ നൈട്രേറ്റ് ടെസ്റ്റ് ഫോളോഡ് ബൈ ബ്രോമിൻ വാട്ടർ ടെസ്റ്റ്. ബ്രോമിൻ വാട്ടർ ടെസ്റ്റ് ഏതിനാണ്, ഫിനോളിനാണ് ഉപയോഗിക്കുന്നത്. സിൽവർ നൈട്രേറ്റ് ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആൽഡിഹൈഡ്സിനാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് രണ്ടും അല്ല. അപ്പൊ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ ആയിട്ട് വരുന്ന ഏതാണ്, ഓപ്ഷൻ സി ആണ്, അയഡോഫോം ടെസ്റ്റ് ഫോളോഡ് ബൈ വിക്ടർ മേയർ ടെസ്റ്റ്. അപ്പൊ ഇങ്ങനെയായിരിക്കും ഈ ഒരു ഇതിന്റെ ഈ ഒരു ടെസ്റ്റുകളെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ വരുന്നത്. ഇങ്ങനെയായിരിക്കും ഏതെങ്കിലുമൊക്കെ കോമ്പൗണ്ട്സ് വന്നിട്ട് അതിനെ തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. യെസ്, ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. A compound with formula C4H10O does not react with the filling solution, produces a white precipitate with the silver nitrate in the presence of dilute nitric acid, and forms a yellow precipitate with iodine in the presence of NaOH. Which of the following structure could be correspond to this compound എന്നാ പറയുന്നിരിക്കുന്നത്. അപ്പൊ ഇത് എന്തൊക്കെ ടെസ്റ്റ് തരും, ഫില്ലിംഗ് സൊല്യൂഷനുമായിട്ട് ഇത് ടെസ്റ്റ് തരത്തില്ല, അപ്പൊ ആൽഡിഹൈഡ് അല്ല എന്നാ മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് എന്താണ്, പ്രൊഡ്യൂസസ് എ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് വിത്ത് സിൽവർ നൈട്രേറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ്. അപ്പൊ സിൽവർ നൈട്രേറ്റ് ടെസ്റ്റ് തരും. അപ്പൊ സിൽവർ നൈട്രേറ്റ് ടെസ്റ്റ് ഏതിനൊക്കെയാണ്, പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി ആൽക്കഹോൾസ് ആണെങ്കിലാണ് സിൽവർ നൈട്രേറ്റ് ടെസ്റ്റ് തരുന്നത്. ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, AgX ആണ്. AgX എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സ് മീൻസ് അത് സിൽവർ ക്ലോറൈഡോ സിൽവർ ബ്രോമൈഡോ എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, അപ്പൊ ഒരു കാര്യം കിട്ടി. അപ്പൊ ഇതെന്താണ്, ഇതൊരു ആൽക്കഹോൾ ആണെന്ന് മനസ്സിലായി. അപ്പോ എല്ലാ ആൽക്കഹോൾ ആണല്ലോ, ഓൾ എല്ലാത്തിന്റെ അവസാനം ഓൾ ആണ്. അപ്പൊ ആൽക്കഹോൾ അതിൽ തന്നെ എന്താണ്, പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി ആൽക്കഹോൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് തരുള്ളൂ, പ്രസിപ്പിറ്റേറ്റ് തരുള്ളൂ. അതിനുശേഷം ആൻഡ് ഫോംസ് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് വിത്ത് അയഡിൻ ഇൻ ദ പ്രസൻസ് ഓഫ് NaOH. അപ്പൊ അയഡോഫോം ടെസ്റ്റ് തരും. അയഡോഫോം ടെസ്റ്റ് ആര് മാത്രമേ തരുള്ളൂ, സെക്കൻഡറി മാത്രമേ അയഡോഫോം ടെസ്റ്റ് തരുള്ളൂ, വേറെ ആരും തരത്തില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും ആൻസർ, ബ്യൂട്ടാൻ 1 ഓൾ സെക്കൻഡറി അല്ല, അത് പ്രൈമറി ആണ്. ബ്യൂട്ടാൻ 2 ഓൾ മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട്, അതിൽ രണ്ടാമത്തേല് ഒരു OH. ഓക്കെ, ഇത് സെക്കൻഡറി ആണല്ലോ. സോ ദിസ് ക്യാൻ ബി ദ ആൻസർ. ബാക്കി രണ്ടും സെക്കൻഡറി അല്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ആൻസേഴ്സ് കണ്ടുപിടിക്കുക. അപ്പൊ ഇതെന്താണ്, ഒരു സെക്കൻഡറി ആൽക്കഹോൾ ആണ്. സെക്കൻഡറി ആൽക്കഹോൾ ആണെങ്കിൽ, കാരണം ആ രണ്ട് ടെസ്റ്റ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കണം. ഒരെണ്ണം പ്രൈമറി സെക്കൻഡറിയും കാണിക്കും, മറ്റത് എന്താണ് അയഡോഫോം നമുക്ക് സെക്കൻഡറി മാത്രമേ തരുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഓപ്ഷൻ നമുക്ക് തൽക്കാലം നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാം. അപ്പൊ അതാണ് നെക്സ്റ്റ് വരുന്നത്. ഇനി അടുത്തത് a compound was tested with tolerance reagent and formed a silver mirror. It also produces a brick red precipitate with a filling solution. Which of the following structural features must be present in the compound എന്നാണ്. അപ്പോൾ ഏതൊക്കെ ടെസ്റ്റ് ആണ് ഇവിടെ തരുന്നത്, ഫില്ലിംഗ്സ് ടെസ്റ്റും തരുന്നുണ്ട്, ടോളറൻസ് ടെസ്റ്റും അതായത് സിൽവർ മിറർ ടെസ്റ്റും തരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും, ലൈക്ക് എന്താണ്, ആൽഡിഹൈഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആൽഡിഹൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് എന്താ ഉള്ളത്, ടെർമിനൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അല്ല, കാർബണേറ്റ് ഗ്രൂപ്പ് അല്ലേ. എന്നാലും ബാക്കി ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കാം. സെക്കൻഡറി ആൽക്കഹോൾ, അപ്പൊ അതല്ല. ഫിനോളിക് ഹൈഡ്രോ, അപ്പൊ അതുമല്ല. ഓക്കെ, അപ്പോൾ എ കാർബണേറ്റ് ഗ്രൂപ്പ് ബോണ്ടഡ് ടു അറ്റ്ലീസ്റ്റ് 1 ഹൈഡ്രജൻ. അപ്പൊ ഇതാണ്. ഓക്കെ, കാർബണേറ്റ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ C ഡബിൾ ബോണ്ടോ അറ്റ്ലീസ്റ്റ് ഒരു ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ചെയ്തെന്ന് പറയുന്നത് ഇതാണ് സംഗതി, COH അഥവാ ആൽഡിഹൈഡ് ഗ്രൂപ്പ്. അപ്പൊ ഇതാണ് ആ ഒരു രണ്ട് ടെസ്റ്റും തരുന്നത്. ഒന്ന് ഫില്ലിംഗ്സ് ടെസ്റ്റ്, അത് ബ്രിക്ക് റെഡ് പ്രസിപ്പിറ്റേറ്റ് തരും. അപ്പൊ ഇവിടെ നമുക്ക് ജസ്റ്റ് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ആ ടെസ്റ്റുകൾ വീണ്ടും ഒന്ന് റിവൈസ് ചെയ്ത് പോവാം. കാര്യം എന്താണ്, ഫില്ലിംഗ്സ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഫില്ലിംഗ് സൊല്യൂഷൻ A ആൻഡ് ഫില്ലിംഗ് സൊല്യൂഷൻ B വെച്ചിട്ടുള്ള ടെസ്റ്റ് ആണ്. അത് എന്ത് ചെയ്യുന്നു, ബ്രിക്ക് റെഡ് പ്രസിപ്പിറ്റേറ്റ്, ബ്രിക്ക് റെഡ് കളറുള്ള ഒരു പ്രസിപ്പിറ്റേറ്റ് തരുമെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് എന്താണ്, ആൽഡിഹൈഡ്സ് ഉണ്ടെന്ന് പറയാം. ഫില്ലിംഗ്സ് A എന്ന് പറയുമ്പോൾ കോപ്പർ സൾഫേറ്റ് ആണ്. ഫില്ലിംഗ്സ് C എന്ന് പറയുമ്പോൾ ഫില്ലിംഗ്സ് B എന്ന് പറയുമ്പോൾ പൊട്ടാസ്യം ടാർട്രേറ്റ്. പൊട്ടാസ്യം ടാർട്രേറ്റ് എന്ത് വേണം, അത് ആൽക്കലൈൻ ആയിരിക്കണം. ആൽക്കലൈൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. ഓക്കെ, ഇനി സിൽവർ മിറർ ടെസ്റ്റ് അറിയാലോ, ഓക്സിഡേഷൻ നടന്നിട്ട് സിൽവർ ആറ്റംസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് സിൽവർ മിറർ ടെസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് രണ്ടും ആയി. നെക്സ്റ്റ്, അപ്പൊ തേർഡ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ അതിന്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്.
Okay, fourth question. Which of the following statement best explains why DNPH? അപ്പൊ DNPH എന്ന് പറഞ്ഞാൽ എന്താ? 2,4-dinitrophenylhydrazine അല്ലെ? അപ്പൊ DNPH test yields a yellow orange precipitate when ketone is present എന്നാ പറയുന്നത്. അപ്പൊ കീറ്റോണിന്റെ ഇതില് അപ്പൊ നമുക്ക് DNPH സ്ട്രോങ് ആസിഡ് ആൻഡ് റിയാക്ട് വിത്ത് എല്ലാ ഓപ്ഷൻസ് ഒന്നും ആദ്യം വായിച്ചു നോക്കുക. കാർബണിക് ഗ്രൂപ്പ് റിസൾട്ടിങ് ഇൻ എ കളർ ചേഞ്ച്. കാരണം എന്താണ്, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ റൈറ്റ് ആൻസർ കാണും. അപ്പൊ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. രണ്ടാമത്തെ DNPH ഫോംസ് a Schiff's base with ketone leading to the observed precipitate. The carbonyl group of ketone react with the DNPH to form hydrazone derivative which precipitate out of solution. DNPH undergoes oxidation when contact with the ketones producing a colored compound. ഇത്രയാണ് തന്നിരിക്കുന്നത്. സോ ഇത് ഏതാണ് നമ്മൾ പറഞ്ഞപ്പോൾ ഏതാണ്, ഏതെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ, ഏതെങ്കിലും ക്ലിക്ക് ചെയ്യുന്നുണ്ടോ? Option C. ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സിയില് ഹൈഡ്രസോൺ ഡെറിവേറ്റീവ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. യഥാർത്ഥത്തിൽ അതെന്താണ്? 2,4-dinitrophenylhydrazone ആണ്. അവിടെ കിട്ടുന്ന ആ ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്നത് 2,4-dinitrophenylhydrazone ആണ്. അപ്പൊ നമുക്ക് അതൊരു ഓപ്ഷൻ ആയിട്ട് അത് നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് ചൂസ് ചെയ്യാം. നെക്സ്റ്റ് 4 കഴിഞ്ഞു. അടുത്തത് ഫിഫ്ത് ക്വസ്റ്റ്യൻ. In the iodoform test, which component is crucial for the formation of characteristics yellow precipitate and why? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല. ഒന്നാമത്തെ സോഡിയം ഹൈഡ്രോക്സൈഡ് ബിക്കോസ് ഇറ്റ് പ്രൊവൈഡ് ദ നെസസറി ആൽക്കലൈൻ എൻവയോൺമെന്റ്. നെക്സ്റ്റ് പൊട്ടാസ്യം അയോഡൈഡ് ബിക്കോസ് ഇറ്റ് സ്റ്റെബിലൈസസ് ദ അയോഡിൻ ഇൻ സൊല്യൂഷൻ. അടുത്ത കീറ്റോൺ സാമ്പിൾ ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻ എ മീഥൈൽ ഗ്രൂപ്പ് അഡ്ജസന്റ് ടു കാർബണൈൽ. അയോഡിൻ ബിക്കോസ് ഇറ്റ് ഡയറക്ട്ലി റിയാക്ട് വിത്ത് ദ കാർബണൈൽ ഗ്രൂപ്പ് ഫ്രം iodoform. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ മഞ്ഞ കളർ തരാനായിട്ട് ഈ 4 ഓപ്ഷനും കറക്റ്റ് ആണ്. പക്ഷെ ഇതിന് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഉള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? Option C. ഓപ്ഷൻ സി ആണ്. അതായത് നമ്മളൊരു ടെസ്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, 4 ശരിയാണെങ്കിൽ പോലും അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്ന ഏതാണ്? കീറ്റോൺ സാമ്പിൾ. കീറ്റോൺ സാമ്പിളിൽ കീറ്റോണിന്റെ പ്രത്യേകത അഡ്ജസന്റ് ആയിട്ട് ഒരു മീഥൈൽ ഗ്രൂപ്പും കൂടെ വേണം. കീറ്റോൺ ഉണ്ട് വിത്ത് ആൻ അഡ്ജസന്റ് മീഥൈൽ ഗ്രൂപ്പും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് തരുള്ളൂ, ആ ഒരു യെല്ലോ കളർ കിട്ടുള്ളൂ. അല്ലാതെ സോഡിയം എല്ലാ കണ്ടീഷനും കറക്റ്റ് ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടെങ്കിലേ നമുക്ക്, അതായത് ആൽക്കലീൻ ആണെങ്കിലേ കിട്ടുള്ളൂ. പൊട്ടാസ്യം അയോഡൈഡ് ഉണ്ടെങ്കിലേ നമുക്കത് മഞ്ഞ കളർ കിട്ടുള്ളൂ. പക്ഷെ പൊട്ടാസ്യം അയോഡൈഡ് ഒക്കെ എന്താണ്, അതിന്റെ ഒരു സോഴ്സ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ കൂട്ടി ചേരുമ്പോഴത്തേക്ക് യഥാർത്ഥത്തില് ആ ഒരു കീറ്റോൺ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു മഞ്ഞ കളർ കിട്ടുള്ളൂ. അപ്പൊ കുറെ കൂടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഫിഫ്ത് ക്വസ്റ്റ്യന്റെ ഓപ്ഷൻ സി ആണ്, കീറ്റോൺ സാമ്പിൾ. ഓക്കെ, കീറ്റോൺ സാമ്പിൾ ഉള്ളത് കൊണ്ടാണ്, അഡ്ജസന്റ് മീഥൈൽ ഗ്രൂപ്പ് ഉള്ള കീറ്റോൺ സാമ്പിൾ. അടുത്തത് സിക്സ്ത് ക്വസ്റ്റ്യൻ. കൺസിഡറിങ് Considering the physical properties of isopropyl alcohol, which characteristics make the particularly effective as solvent in various industries എന്നാണ് question. Okay, അപ്പോൾ ഓപ്ഷൻ ആയിട്ട് its high boiling point, miscibility with both water and organic solvents, low melting point, strong acidic nature. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ പറയാം. എന്താണ് ഏറ്റവും ഓർഗാനിക് സോൾവെന്റ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് നമുക്ക് പല ഇൻഡസ്ട്രികളിലും ഇതിനെ സോൾവെന്റ് ആക്കി യൂസ് ചെയ്യാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്തുകൊണ്ടാണ്? ഇതിൽ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് ഏതായിരിക്കും? ഓപ്ഷൻ ബി. അത് വാട്ടറിലും മറ്റു പല ഓർഗാനിക് സോൾവെന്റ്സിലും എന്താണ്, മിസിബിൾ ആണ്, എല്ലാമായിട്ട് കൂടിക്കലരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനൊരു ഐഡിയൽ സോൾവെന്റ് ആയിട്ട് പല ഇൻഡസ്ട്രിയിലും നമ്മൾക്ക് ഐസോപ്രോപ്പൈൽ ആൽക്കഹോളിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ്, which process of glycerol production involves high temperature and pressure to separate fatty acids and glycerol? നമ്മൾ പറഞ്ഞല്ലേ, ഡയറക്റ്റ് ആണല്ലോ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? ഹൈഡ്രോളിസിസ് ഓഫ് ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് അല്ലെ? നമ്മൾ പറഞ്ഞതാണ് ഫാറ്റ്സിനെയും ഓയിൽസിനെയും ഹൈഡ്രോളൈസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഗ്ലിസറോൾ കിട്ടും. ഓക്കെ, അപ്പൊ ഇതിന് ഹൈ ടെമ്പറേച്ചറും പ്രഷറും വേണമെന്ന് ആ റിവിഷൻ നോട്ട്സിൽ തന്നെ നമ്മൾ അങ്ങനെ ഒരു പോയിന്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് ഈസ് ദ ആൻസർ, ഹൈഡ്രോളിസിസ് ഓഫ് ഫാറ്റ്സ് ആൻഡ് ഓയിൽ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം.
യെസ്. Which property of glycerol makes it particularly useful in the cosmetic industry and how does this property function എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗ്ലിസറോളിനെ കോസ്മെറ്റിക് ഇൻഡസ്ട്രിയിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഇറ്റ്സ് ഹൈ ബോയിലിംഗ് പോയിന്റ് അലോവിംഗ് ഫോർ പ്രൊലോങ്ഡ് ഷെൽഫ് ലൈഫ് ഓഫ് ഫോർ പ്രൊഡക്റ്റ്. ഇറ്റ്സ് ഹൈഗ്രോസ്കോപ്പിക് നേച്ചർ helping to retain moisture in skin and hair products. Its viscosity making a good thickening agent. Its solubility in alcohol aiding the product formulation. ഇത്രയാണ് ഓപ്ഷൻ. അപ്പൊ ഈ ഓപ്ഷൻസിൽ ഞാൻ പറഞ്ഞ എ ഒഴിച്ച് ബാക്കിയെല്ലാം എനിക്ക് തോന്നുന്നു സ്യൂട്ടബിൾ ആണ്. എന്നാലും ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഏതാ? ഓപ്ഷൻ ബി ആണ്. അതിന്റെ ഹൈഗ്രോസ്കോപ്പിക് നേച്ചർ ആണ്. ഹൈഗ്രോസ്കോപ്പിക് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ പ്രത്യേകത എന്താണ്? അതിന് മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്ത് അത് സ്കിന്നിൽ എപ്പോഴും മോയ്സ്ചറൈസ്ഡ് ആയിട്ട് നിലനിർത്താനായിട്ട് അത് വളരെ ഹെൽപ്ഫുള്ളും എഫക്റ്റീവുമാണ്. സോ ദാറ്റ് ഈസ് ദ ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇനി ഒരു കാര്യം ചെയ്യാം. ഈ ഒരു മോഡ്യൂൾ 1, 2, 3 ഈ ഒരു 3 മോഡ്യൂൾസിനെയും ബേസ് ചെയ്തിട്ട് നമ്മൾ ഇതിനു മുമ്പ് റിവിഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ അറിയാം, നമ്മളൊരു ചെറിയൊരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്തിട്ടില്ലേ? അപ്പൊ അതുപോലെ മോഡ്യൂൾ 1, 2 and 3 കമ്പൈൻ ചെയ്തിട്ട് ഒരു 15 മാർക്സിനൊങ്ങനെ ഒരു ടെസ്റ്റ് അപ്കമിങ് ഡേയ്സിൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത് ഗ്രൂപ്പിൽ ഇട്ടേക്കാം. അത് പേര് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മതി. അത് 3 ക്ലബ് ചെയ്യിപ്പിച്ചിട്ട് ഇടാം. അപ്പൊ ഞാൻ കൂടുതലായിട്ടും ഇതേപോലെ കുറച്ച് കൺഫ്യൂസിങ് ആണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇടാനായിട്ട് നോക്കുന്നേ. കെമിസ്ട്രിയിൽ ഈ ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 14 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ തന്നെ കുഴപ്പമില്ല, പേടിക്കൊന്നും വേണ്ട. കാരണം ഒരുപാട് ഡിഫിക്കൽട്ട്, എല്ലാ ക്വസ്റ്റ്യൻസും ഒരുപാട് ഡിഫിക്കൽട്ട് ആയിരിക്കില്ല. ഒരു 7-8 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക്, കെമിസ്ട്രിയുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്, 8 ക്വസ്റ്റ്യൻസ് എല്ലാം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. മാക്സിമം കെമിസ്ട്രിയിൽ 1-2 പ്രോബ്ലംസ്, അതിൽ കൂടുതൽ പ്രതീക്ഷിക്കേണ്ട. കാരണം കാൽക്കുലേഷൻസ് ഉള്ളത് നമുക്ക് മൊളാലിറ്റി, മോൾ കോൺസെപ്റ്റ്, ഇത്രയും കാര്യത്തിൽ മാത്രമേ നമുക്ക് കാൽക്കുലേഷൻസ് വരുന്നുള്ളൂ. അതുകൊണ്ട് മാക്സിമം 1-2 പ്രോബ്ലം, അതിനപ്പുറം പ്രോബ്ലംസ് ഉണ്ടാവില്ല. ബാക്കി ഏറ്റവും കുറച്ച് ഒന്ന് ആലോചിച്ച് ചെയ്യേണ്ടി വരുന്നത് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ഒരു 14 ക്വസ്റ്റ്യൻസിൽ ഒരു 6-7 ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും ഒന്ന് നമ്മൾ തിങ്ക് ചെയ്ത് ആൻസർ ചെയ്യേണ്ടതായിട്ട് വരിക. ബാക്കിയെല്ലാം വളരെ ഈസി ആയിട്ട് ഉള്ളതായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് അങ്ങനെ അത് കണ്ടിട്ട് കൂടെ ഒന്ന് പ്രിപ്പറേഷൻ ഒന്ന് ഇതായിക്കോളൂ. കാരണം ഡേറ്റ് ആവാറായല്ലോ. അപ്പോൾ താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.